إلى حضرة روح نبينا مصطفى محمد صلى الله عليه وسلم. الفاتحة. رب الناس ملك الناس إله الناس وسر الوسواس الخناس الذي يوسوس في صدور الناس. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آله وصحبه سيدنا مولانا محمد. اللهم وصل وبلغ مثل ثواب ما قرأناه من القرآن العظيم مقبولة منا أولا إلى حضرة روح نبينا مصطفى محمد صلى الله عليه وسلم. اللهم إلى حضرة سائر من لهم عندك مقام كريم يا رب العالمين. اللهم حافظ علينا وعلى تعلمنا وعلى تعليمنا وعلى تدريسنا وعلى مجلسنا هذا من فيوضاتهم وأمدنا وإياها بمددهم واحمنا وإياها بحمايتهم وانصرنا وإياها بنصرتهم يا خير الناصرين. وارحمنا وارحم من يرحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم عزتي مع السكن والسلام على المرسلين الحمد لله رب العالمين. الشيطان بسم الله. ഫസ്ലുൻ ഫീ മുബ്തിലാതി സ്വലാത്തി. ഈ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. തബുത്തുലുസ്സലാത്തു നിസ്കാരം ബാത്തിലാവും. ഫർളുഹ വ നഫ്ലുഹ സുന്നത്താണെങ്കിലും ശരി ഫർളാണെങ്കിലും ശരി അത് ബാത്തിലാവും. ലാ സൗമുൻ നോമ്പല്ല വല ഇത്തികാഫുൻ ഇത്തികാഫല്ല ബിനിയ്യത്തി ഖത്ഇഹ ആ നിസ്കാരത്തെ മുറിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ അത് ബാത്തിലാവും. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിസ്കാരത്തെ മുറിക്കാണെന്ന് കരുതിയാൽ നിസ്കാരം ബാത്തിലാവും. നോമ്പെടുത്ത ആളെങ്കിൽ നോമ്പ് വെച്ച് നിസ്കാരത്തെ നോമ്പിന് മുറിക്കുക എന്ന് പറഞ്ഞാൽ നോമ്പ് ബാത്തിലാവില്ല. ഇത്തികാഫ് ഇരിക്കുന്ന ആൾ ഇത്തികാഫിന് മുറിക്കുക കരുതിയാൽ ഇത്തികാഫ് ബാത്തിലാവില്ല. ഞാൻ നിസ്കാരം അങ്ങനല്ല, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിസ്കാരത്തെ മുറിക്കാമെന്ന് കരുതിയാൽ നിസ്കാരം ബാത്തിലായി. ഒരു വസ്തു കരസ്ഥമാകുന്നതിനോട് അതിനെ ബന്ധിപ്പിച്ചാൽ നിസ്കാരം ബാത്തിലാവും. എന്തെങ്കിലും വസ്തുവായിട്ട് ഇപ്പോൾ ഞാൻ ട്രെയിന് വന്നാൽ നിസ്കാരം മുറിക്കും, ഉദാഹരണം പറയാം. അല്ലെ ബസ് വരികയാണെങ്കിൽ അപ്പോൾ നിസ്കാരം മുറിക്കും എന്ന് കരുതിയാൽ ആ കരുതലോടുകൂടി നിസ്കാരം ബാത്തിലായി. ഇനി വണ്ടി വരേണ്ട ആവശ്യമില്ല, ആ കരുതലോടുകൂടി നിസ്കാരം ബാത്തിലായി എന്നർത്ഥം. എന്തെങ്കിലും വസ്തു വന്നി നോമ്പും ഒന്നും അങ്ങനെ നോമ്പിന് നെയ്യത്തിൽ അങ്ങനെ ഉണ്ട് കേട്ടോ. നോമ്പിൽ ഇപ്പം നെയ്യത്ത് വെച്ചിട്ട് ഫജ്ർ സാദിഖ് വെളിവാണിന് മുമ്പ് തന്നെ ഞാൻ നോമ്പ് ഒഴിവാക്കണമെന്ന് കരുതിയാൽ അത് പോകും. അതായത് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നെയ്യത്ത് ഒഴിവാക്കിയെന്ന് കരുതിയാൽ പോകും. അതേ സമയത്തിൽ നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുറിക്കുമെന്ന് കരുതിയാൽ മുറിയില്ല. പിന്നെ നോമ്പ് മുറിയുന്ന മറ്റുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ മുറിയുള്ളൂ. അതാ ഇത് മുറിക്കാമെന്ന് കരുതിയാൽ മതി. ഇതിൽ പിന്നെ ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും ചെയ്യും ഈ മസലേ. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിസ്കാരത്തിൽ നെയ്യത്ത് വെച്ച് തെക്കിബീർ കെട്ടി ചിലപ്പോൾ വസ്വാസൊക്കെ വന്നിട്ട് എപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മുറിഞ്ഞൊരു തോന്നലിങ്ങനെ. അപ്പം നമുക്ക് രണ്ടാമത് നിസ്കാരത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ നിസ്കാരം മുറിച്ചണം. അഥവാ മുറിയാതെയാണ് നമ്മൾ രണ്ടാമത് നിയ്യത്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ കൊണ്ട് നിസ്കാരം ബാത്തിലായി. അപ്പോൾ നിസ്കാരം തുടങ്ങി കുറച്ച് നമുക്കൊരു സംശയം അങ്ങനെ, ഇതിപ്പോൾ നിസ്കാരം എന്തോ ശരിയായില്ലേ എന്ന് തോന്നല്. അപ്പോൾ തോന്നൽ നമുക്ക് രണ്ടാമത് നിയ്യത്ത് വെച്ചാണ് കെട്ടിയാൽ ആദ്യത്തേത് ശരിയായില്ലെങ്കിൽ ഈ രണ്ടാമത്തോടെ നമ്മൾ നിസ്കാരത്തിന് പുറത്തായി. അപ്പൊ പിന്നെ അങ്ങനെ നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യത്തെ മുറിക്കണം. അപ്പൊ ആദ്യത്തെ മുറിക്കാൻ എന്ത് ചെയ്താൽ മതി, ഞാൻ നിസ്കാരത്തെ മുറിക്കാണെന്ന് കരുതിയാൽ മതി. ഞാൻ ഇപ്പോൾ നിസ്കാരം ഉണ്ടെങ്കിൽ അവിടെ മുറിഞ്ഞു പോയി. അപ്പൊ ഒരു സൗകര്യം ഞാൻ പറഞ്ഞാലേ 3 അണക്കാണിക്കാലൊക്കെ മതി. ഏറ്റവും സൗകര്യം ഇത് കരുതൽ മതി. ഇപ്പോൾ ജമാഅത്തിലൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് ഇടയിലൊക്കെ ഈ സംഭവങ്ങൾ നടന്നാൽ നമ്മൾ അനക്കാനും തൊടാനും നിൽക്കേണ്ട ആവശ്യമില്ല. എന്താണ് കരുതലോട് നിസ്കാരം മുറിഞ്ഞ് പിന്നെ നമുക്ക് വേറെ തുടങ്ങാം. അപ്പൊ ആവശ്യമുള്ള സമയം ഉണ്ടാവുന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സംഭവിക്കാത്ത ഒരു കാര്യമായിട്ട് ബന്ധിച്ചാൽ വരെ നിസ്കാരം ബാത്തിലാവും.
സംഭവിക്കാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നടക്കാത്ത ഒരു കാര്യം അതുണ്ടാവുകയാണെങ്കിൽ നിസ്കാരം ബാത്തിലാവും എന്ന് കരുതിയാൽ പോലും നിസ്കാരം ബാത്തിലാവും എന്നർത്ഥം. ഇനി നിസ്കാരത്തെ മുറിച്ചോ ഇല്ലയെന്ന് സംശയിച്ചാലും നിസ്കാരം മുറിയും. ഞാൻ അപ്പോൾ മുറിച്ചാൽ കരുതിയില്ലേ, മുറിച്ചില്ലേ എന്ന് സംശയിച്ചാൽ നിസ്കാരം മുറിയും. ഇനി ചില ആൾക്കാർക്ക് വസ്വാസുകൾ അധികരിച്ചാൽ അതുകൊണ്ട് മുറിയുക എന്ന് പറയണ്ടേ, അവിടെ പിടിച്ച് ശിക്ഷിക്കപ്പെടില്ല. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലർക്ക് ചിലപ്പോൾ തോന്നണ്ടോ, എന്തേ എനിക്കങ്ങനെ തോന്നിപ്പോയോ, എങ്ങനെ വന്നു പോയോ, അങ്ങനെ തോന്നിയാൽ മുറിയില്ല. ആ വസ്വാസാണ്, അതുകൊണ്ട് മുറിയാതെ ഉറപ്പിച്ചാൽ സൗകര്യമല്ലോ, അത് പറഞ്ഞ പഠിച്ചാൽ. പോയിക്കാണ്ടെന്നല്ല, പോയോ ഇല്ലേ സംശയിക്കാനേ, പോയോ ഇല്ലേ സംശയിച്ചാൽ മുറിയില്ല. മനസ്സിലായില്ലേ? പോയിട്ട് പിന്നെ സംശയിക്കാന്നുള്ളത് പിന്നെ അങ്ങോട്ട് മാറ്റില്ലേ, അതല്ല. വബി ഫെയിലിൻ കസീരി, അധികരിച്ച പ്രവൃത്തി കൊണ്ടും എന്ന് മുറി നിസ്കാരം ബാത്തിലാവും. ഉറപ്പായിട്ടും അധികരിച്ച പ്രവൃത്തി, നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങളിൽ പെടാത്ത അധികരിച്ച പ്രവൃത്തി. നിസ്കാരത്തിന്റെ പ്രവർത്തനം റുകൂക്ക് പോകുമ്പോൾ സുജൂദ് പോകുമ്പോൾ ഇങ്ങനെ അനങ്ങണ്ടല്ലോ, ആ അനക്കം കൊണ്ടായ പ്രശ്നമില്ല. അതല്ലാത്ത മൂന്നര അനക്കങ്ങളാണ് ഞാൻ മുതികരിച്ച പ്രവൃത്തി എന്ന് പറഞ്ഞത്. വല തുടരായിട്ടുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരനക്കം കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് അടുത്ത അനക്കം വന്നെങ്കിൽ അത് രണ്ടായിട്ട് പരിഗണിക്കപ്പെടും. സാധാരണഗതിയിൽ അത് രണ്ടും തുടച്ചല്ല എന്ന് പറയുന്ന രൂപത്തിലാകണം. എന്നാൽ അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് കൈ പോരാളെന്ത് ചെയ്തു, അങ്ങനെ അനക്കി, നിങ്ങൾ വെച്ചു, പിന്നെ ഇങ്ങനെ അനക്കി, ഇപ്പൊ അങ്ങനെ തന്നെ എടുക്കും. ഒരു സ്റ്റോപ്പ് ഉണ്ടായിട്ടുണ്ട്, എന്നാലും അത് തുടരുന്നേ. അങ്ങനെ സ്റ്റോപ്പ് ഉണ്ടായാൽ പോരാന്നർത്ഥം. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ പ്രശ്നമില്ല. അതായത് ചില പണ്ഡിതന്മാരൊക്കെ ഒരു റക്അത്ത് നിസ്കരിക്കുന്ന സമയം വരെ ഇതിനെ കണക്കാക്കിയിട്ടുണ്ട്. അത് പ്രബലല്ല, എന്നാൽ ഞാൻ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഒരു റക്അത്ത് നിസ്കരിക്കുന്ന സമയം കഴിയുന്നതിന്റെ മുമ്പായിട്ട് അടുത്ത് അനക്കറിഞ്ഞാൽ അതുവരെ തുടർച്ചയിൽ പെടും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പൊ നമ്മൾ ഒന്ന് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത് കുറച്ച് ശ്രദ്ധിച്ചിട്ടാകണം എന്നർത്ഥം. കുറെ കഴിഞ്ഞിട്ട് ആണെങ്കിൽ കുഴപ്പമില്ല, തൊട്ടടുത്തേക്കാണെങ്കിൽ പ്രശ്നമാണ്. 3 അനക്കങ്ങൾ. അവിടെ തന്നെ വളരെ പ്രധാനമായ മറ്റൊരു വിഷയം, നിസ്കാരത്തിന്റെ ഔദ്യോഗിക അനക്കത്തിനോട് കൂടെ, ഔദ്യോഗികമായിട്ട് നമ്മൾ അനക്കുണ്ടാവും, അവരോട് ബാത്തിലാവില്ല നമ്മൾ പറഞ്ഞു, അതിനോട് കൂടെ നമ്മൾ വേറെ ഒരനക്കം കൂടിയാൽ ബാത്തിലാകും എന്ന് പ്രബലമായ അഭിപ്രായം തന്നെ നമ്മളെ മദ്ഹബിലുണ്ട്. നമ്മളെ മദ്ഹബില് പ്രബലമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇമാം ഇബ്നു ഹജർ തങ്ങൾ മസല പറഞ്ഞാൽ അതാണ് ശാഫി മദ്ഹബിൽ പ്രബലം. ഇമാം റംലി തങ്ങൾ പറഞ്ഞാൽ അതും ശാഫി മദ്ഹബിൽ പ്രബലാണ്. ഇവർ രണ്ടാളും അഭിപ്രായ വ്യത്യാസത്തിലായി കഴിഞ്ഞാൽ പിന്നെ രണ്ടും പ്രബലാണ് നാം. അപ്പൊ രണ്ടാളും അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് ഇപ്പൊ ഇത്. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോ ഉദാഹരണത്തിന് റുക്കൂയിലേക്ക് നമ്മളിങ്ങനെ എഴുന്നേറ്റ് വന്നു സമയ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു, അതിന്റെ കൂട്ടത്തിൽ ഒരു ഒറ്റ അനക്കാണ് അനങ്ങിയാൽ തന്നെ ബാത്തിലാവുന്നതാണ് ഒരു വിഭാഗം പറഞ്ഞത്. അത് ഇനി വേറെ പറയാനുള്ളതാണ്. അതിപ്പോ അല്ലാതെ തന്നെ ഊണനുണ്ട്. സമയ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോ നമ്മൾ പൊന്തി വരുമ്പോ എന്തായിരുന്നു, നിസ്കാരത്തിന് അനക്കത്തിലായി 2, 3, 4 ആയില്ലേ. അതിന് കൂടുതൽ ഒരേ അനക്കം തന്നെ കൂടിയാൽ തന്നെ ബാത്തിലാവുന്നതാണ് ഒരു ഇമാമിന്റെ അഭിപ്രായം. മറ്റേ ഇമാം പറഞ്ഞ 2 കൂടിയാലേ ബാത്തിലാവുള്ളൂ എന്ന് പറയാം. അപ്പൊ രണ്ടും ശാഫി മദ്ഹബിൽ പ്രബലാണ്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ നമ്മൾ പോയി വരുന്ന സമയങ്ങളിൽ ഒന്ന് അതിന്റെ കൂടുതൽ ഒരു അനക്കം ചേർന്ന് പോകുന്നത് വളരെ ശ്രദ്ധിക്കണം എന്നർത്ഥം. അതല്ലാതെ മൂപ്പര് പറഞ്ഞ മാതിരിയുള്ള ഏതായാലും ബാത്തിലാവും, അതിന് അഭിപ്രായ വ്യത്യാസമില്ല. സമയത്ത് കൈ താത്തിരിപ്പിനുണ്ട് ഒരു ആട്ടല്. അപ്പൊ ഒരു കൈ അങ്ങോട്ടും ഒരു അനക്കായി, ഇങ്ങോട്ട് വരുമ്പോൾ 2 അനക്കായി, 2 കൈ കൂടി 4 അനക്കായി. 4 അനക്കായതാൽ നിസ്കാരം ബാത്തിലായി. അതിൽ പിന്നെ 2 അഭിപ്രായമൊന്നുമില്ല, ഏതായാലും ബാത്തിലാവും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 3 അനക്കം. ചാട്ടം അതുകൊണ്ട് ഒരനക്കാണെങ്കിൽ പോലും ബാത്തിലാവുന്നതാണ്. അവിടെ പിന്നെ അനക്കം നോക്കേണ്ട ആവശ്യമില്ല. ചാട്ടമൊക്കെ ആണെങ്കിൽ ചവിട്ടടി, 2 ചവിട്ടടിയാണ് കുഴപ്പമില്ല, 3ാമത്തെ ചവിട്ടടി ആയ ബാത്തിലാവും. ചവിട്ടടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ സ്റ്റെപ്പിലൊക്കെ നിൽക്കുമ്പോൾ അത് കുറെ ആൾക്കാർക്ക് സംഭവിക്കില്ല. ഒരു മാമു മാത്രം മസ്ബൂക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇമാമിന്റെ വലത്തെ ഭാഗത്ത് നിൽക്കും. വലത്തെ ഭാഗത്ത് നിന്നാൽ പിന്നെ അടുത്ത ആൾ വന്നിട്ട് അടുത്ത ഭാഗത്ത് നിൽക്കണം. ഓൻ അവിടെ നിന്നു തെക്കുബീരിട്ട് 2 ആളും കൂടി ഇറങ്ങും. ഇറങ്ങുന്ന ഇറക്കത്തിൽ 3 ചവിട്ടടി വന്നാൽ അത് തുടർച്ചയായ നിസ്കാരം മാത്രമാകും. അപ്പൊ ചില ആൾക്കാർ നിസ്കരിക്കല്ലേ ചോദിച്ചിട്ട് പതുക്കെ ഇങ്ങനെ കണ്ട് വെച്ച് പോലെ ചെയ്യാം, ഉറക്കാൻ കണ്ടാ ചെയ്യാം. അതാണ് ബാത്തിലാക്കുക. കുറച്ച് നീട്ടിയിട്ട് ചാടാത്ത പോലത്തിൽ നീട്ടിയിട്ട് ഒരു വെക്കുക, ഒരു കാല് അവർക്ക് അടുത്ത കാലം എടുത്ത് വെക്കുക, സ്റ്റോപ്പാക്കുക. 2 കഴിഞ്ഞ് ഇനി അടുത്ത അന്യ ബാത്തിലോ. ഇനി ആ വലാവിനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം മുറിഞ്ഞിട്ടാണ് തോന്നണായിരിക്കും. കുറെ കാലം കഴിഞ്ഞിട്ട്, കുറെ സമയം കഴിഞ്ഞിട്ട് അടുത്ത് ശരിയാക്കിയാൽ മതി. അല്ലാതെ ഇങ്ങനെ പതുക്കെ വെച്ച് വന്നാൽ നിസ്കാരം ബാത്തിലാവുന്നു. അതിപ്പോ സാധാരണ രീതിയിൽ പലപ്പോഴും കാണേണ്ട സംഭവമാണ്.
അപ്പൊ അത് ഇങ്ങനെ പതുക്കെ ചില നിസ്കാരത്തിലാണല്ലോ ഞാൻ ചില പതുക്കെ പതുക്കെ വെച്ച് വരുന്നത്. അങ്ങനെ വെച്ചാലാണ് നിസ്കാരം ബാത്തിലായ. എന്നാൽ ചാട്ടം പാടില്ല. ഒറ്റ ചാട്ടാണ് ചാടിയത്, അതും പാടില്ല. ചാടിയ നിസ്കാരം ഏതായാലും ബാത്തിലാവും. അപ്പൊ ചാടാത്ത രൂപത്തിൽ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ ഇങ്ങനെ നിൽക്കുന്ന അവസരത്തില്ല ഇത്ര ആയപ്പോ കുഴപ്പമില്ല. അതേ സമയത്ത് ഇതേ സ്ഥലത്തേക്കാണ് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നിടത്തുനിന്ന് ഇപ്പൊ ബാത്തിലേ ഈ മൂന്നാമത്തെ വക്കലോട് ബാത്തിലേ സമാത്ര ദൂരം അതിനേക്കാൾ കുറഞ്ഞ ദൂരം എത്തിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ആ നടത്തം മൂന്നെണ്ണം വന്നുകൊണ്ട് അവിടെ ബാത്തിലാവും നടത്താം. അപ്പൊ അത് ശ്രദ്ധിക്കണം. പിന്നെ അത് രണ്ട് കാലം വെച്ചിട്ടാണ് നിൽക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ബാത്തിയൊക്കെ ഓതിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് വെച്ചിട്ട് ബന്ധം വിട്ടതിന് ശേഷം പിന്നെ റെഡിയാക്കിയാൽ മതി. ശരിയല്ലേ? എങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഒരു സുന്നത്ത് പോകുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അവിടെ തന്നെ സ്കെച്ചാൽ കുഴപ്പമൊന്നുമില്ല. സ്കാൻ ശരിയാവും, പക്ഷെ സുന്നത്ത് പോവും. ബാക്കിലേക്ക് ഇറങ്ങിയിരിക്കുക സഫാ എന്നൊക്കെയുള്ള സുന്നത്താണ്. അതൊക്കെ നമുക്ക് എടുക്കുകയൊക്കെ ചെയ്യാം, നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒറ്റയടിക്ക് തന്നെ പെട്ടെന്ന് നേരാക്കാൻ നോക്കണ്ട. രണ്ട് കാലം വെച്ചിട്ട് പിന്നെ നമ്മൾ ഫാത്തിഹ ഓതി സൂറത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം പിന്നെ ശരിയാക്കിയാൽ മതി. അല്ലാതെ പെട്ടെന്ന് ശരിയാക്കുമ്പോഴാണ് ഇപ്പൊ ഈ പ്രശ്നം വരുന്നത്. ഇനിയിപ്പോൾ ആ സുന്നത്ത് എടുക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് രൂപം മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. എങ്ങനെ? അവിടെ ഇത് ശ്രദ്ധിക്കണം. ഒരിക്കൽ നല്ലതാണ്. അതെ, സെഫിന്ന് ഇറങ്ങിയപ്പോ നമ്മള് ഉദാഹരണത്തിന് ഈ സെഫിലാണ് നമ്മൾ ബാക്കോട്ടാ പോരുന്നത്. ബാക്കിയാൽ മുക്കാലൊക്കെ അങ്ങനെ മുമ്പിൽ പോയി വടവുണ്ട് വെച്ചിങ്ങനെ ഇവിടുന്നാണ് നടക്കുക. നടക്കുക. ഇനി കുറച്ചേരം കഴിഞ്ഞിട്ട് ഫാത്തിഹ ഓതുന്ന സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത് വെക്കുക. അല്ലാതെ ചിലപ്പോൾ അതും ഉണ്ടാവുന്ന മുമ്പ് പറഞ്ഞ മാതിരി ഇമാം മറ്റൊക്കെ പോയി കഴിഞ്ഞാൽ മറ കിട്ടാൻ വേണ്ടി ചില ആൾക്കാർ അങ്ങനെ ഇങ്ങനെ അങ്ങനെ പോകും. ഈ അടുത്ത മൂന്നെണ്ണം പോയാലും നിസ്കാരം മാത്തിലാവുന്ന അർത്ഥം. മറ കിട്ടാൻ വേണ്ടി പോകുമ്പോഴേ അപ്പൊ രണ്ടെണ്ണം വെക്കുക. സുന്നത്തുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫർള് മുറിയണമെന്നുള്ളത് നോക്കണം. ആയ കാലത്ത് ഉസ്താദ്മാർ പറഞ്ഞാൽ തലകെട്ടലൊക്കെ സുന്നത്താണ്, പക്ഷെ തുണി വെച്ച് കെട്ടരുത് എന്നറിയും. അപ്പൊ തുണി വെച്ച് കെട്ടുമ്പോ അവിടെ ഫർള് ഒഴിവാക്കിയ സുന്നത്തിന് ഒരു ഉദാഹരണം മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. എന്ന് പറഞ്ഞ മാതിരി നമ്മൾ നിസ്കാരം ബാത്തിലാക്കിയാണ് സുന്നത്തിരിക്കരുത്. സുന്നത്ത് ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ. എന്നാൽ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കും ചെയ്യാം. സുന്നത്തൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. ഈ മസാല നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പരിഗണിച്ചുകൊണ്ട് എടുക്കാലോ. ഇനി മറന്നുകൊണ്ടാണ് അധികരിച്ച പ്രവൃത്തി എങ്കിലും ബാത്തിലാവും. അത് അറിയാതെ ചെയ്തു ഏതാണെങ്കിലും നിസ്കാരം എന്താവും? ബാത്തിലാവും അർത്ഥം. അതാ മൂന്നനക്കം, മൂന്ന് ചവക്കല്, മൂന്ന് ചവിട്ടല്, ഇതൊക്കെയാണ് ഉദാഹരണം പറഞ്ഞത്. അതുപോലെ തല അനക്കുക, രണ്ട് കൈയും അനക്കുക ഒന്നിച്ച്. ഒരേ അവയവം തന്നെ ആകണ്ട എന്നുള്ളത് ഉദാഹരണം പറഞ്ഞത്. തല എങ്ങനെ അനങ്ങനുണ്ട്, രണ്ട് കൈയും അനങ്ങി, എന്നാലും മൂന്നനക്കായി. അപ്പൊ മൂന്ന് അവയവങ്ങളെ കൊണ്ട് ഓരോ അനക്കുണ്ടായാലും മൂന്നനക്കായി എന്നർത്ഥം. മൂന്ന് അവയവങ്ങളെ കൊണ്ട് ഓരോ അനക്കുണ്ടായാൽ മതി. അല്ല ഒരവയവം തന്നെ മൂന്നെണ്ണം അഞ്ഞോളൊന്നില്ല. ശരിയല്ലേ? ഒരാൾക്ക് സംശയം അത് മൂന്നാണോ അതോ രണ്ടായിട്ടുള്ളൂ. വസവസരിക്കണ അവസരം കൂടുതലേക്ക് പറയണല്ലോ. സംശയം വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. രണ്ടോ മൂന്നോ സംശയിച്ചു കഴിഞ്ഞാൽ രണ്ടായിട്ടേ പരിഗണിക്കുള്ളൂ. പിന്നെ നേരിയ അനക്കങ്ങളെ കൊണ്ട് ബാത്തിലാവില്ല എത്ര ഉണ്ടെങ്കിലും. നേരിയ അനക്കം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണം കിതാബിൽ പറയുന്നത് ഒന്നോ രണ്ടോ വിരല് മാത്രം അനങ്ങി. ഇപ്പൊ ഒരാൾക്ക് ചൊറിയുണ്ട്, ഭയങ്കര ചൊറിച്ചില്ല, നിസ്കാരത്തിന് ശ്രദ്ധാൻ തെറ്റാണ്. അപ്പൊ കൈയോടെ കൊണ്ടുവച്ച് ഇവിടെ വെച്ച് എന്നിട്ട് ഈ വിരല് മാത്രം ഇത് കൈയൊന്നും അനങ്ങാതെ വിരല് മാത്രം ഇങ്ങനെ അങ്ങി ചൊറിഞ്ഞു. ഒന്നോ രണ്ടോ മൂന്നോ വിരലാലും നിസ്കാരം ബാത്തിലാവില്ല. അതേ സമയത്തുള്ള കൂടുതൽ കൈ അണിഞ്ഞാൽ ബാത്തിലാവും ചെയ്യും മൂന്നെണ്ണായാലും. അപ്പൊ ഈ വിരല് മാത്രം അനങ്ങാ, നിന്നെ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കുറച്ചേരം കഴിഞ്ഞിട്ട് കൊണ്ടുവരാവും. അതവിടെ വെച്ചാൽ മതി. സ്പീഡ് കൂട്ടുണ്ടാച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തുടർച്ചയായിട്ടല്ല. ഒന്ന് അങ്ങോട്ടും ഒന്നും കൊണ്ട് പോകണ മാത്രമേ രണ്ടെണ്ണാവുള്ളൂ. മൂന്നെണ്ണാകാത്ത പോലത്തിലാണ് കുഴപ്പമില്ല. അപ്പൊ ചില സമയങ്ങളൊക്കെ ചെറിയ നേരിയ അനക്കും. അതാണ് നമ്മൾ നാളെ ആരോ ചോദിച്ചല്ലോ, വിരലിങ്ങനെ അനക്കിയാൽ അത് നമ്മളെ മദ്ഹബിൽ അത് സുന്നത്തില്ല, കറാത്താണ്, ഇങ്ങനെ നിർത്തലൊക്കെയാണ്. ഇനി ഒരാളങ്ങനെ അനക്കി വെച്ചിട്ട് കൊണ്ട് നിസ്കാരം ഉണ്ടാവില്ല, ബാത്തിലാവില്ല. കാരണം ഈ വിരല് മാത്രമാണല്ലോ അറിഞ്ഞത്. വിരല് മാത്രം അനങ്ങുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല. ആ ഒരു വിരല് മാത്രമേ. ആ സമയത്ത് അനങ്ങണ കൂടുതൽ ഇതും കൂടി അനങ്ങനുണ്ടെങ്കിൽ ബാത്തിലാവും ചെയ്യും. അതുപോലെ കണ്ണിന്റെ ബോളെങ്ങനെ അനക്കുക, അല്ലെ ചുണ്ടനക്കുക, അതൊന്നും നാവനക്കുക, ഇതൊന്നും എന്തല്ല നിസ്കാരം ബാത്തിലാക്കൂല. അതൊക്കെ നേരിയ അനക്കത്തിന്റെ കൂടുതലാണ് പെടുന്നത്.
ഒരു ചൊറി വന്നു. ചൊറി വന്നിട്ട് പിന്നെ പിടിക്കാൻ കഴിയില്ല, പിരിഞ്ചൊറി തന്നെ. അങ്ങനെയൊക്കെ ചെയ്യുന്ന അവസരങ്ങൾ ഇതിന് അഫുണ്ട് എന്നുണ്ട്. ചൊറിഞ്ഞിട്ടല്ലാതെ നിൽക്കാൻ കഴിയില്ല, അജാതി ചൊറി. അങ്ങനത്തെ ചൊറി വന്നാൽ അതിൽ നിന്ന് ഓൻ എന്തുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് സൃഷ്ടിപരമായിട്ട് ചില അനക്കങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ അഞ്ഞോടുക്കും കൈ, അല്ലെ കാലിങ്ങനെ അഞ്ഞോടുക്കും. ഓൽക്കൊന്നും പ്രശ്നമല്ല, ഓൽക്കൊക്കെ അഫുണ്ട് എന്നർത്ഥം. പിന്നെ ഒരു കൈ അങ്ങോട്ട് പോകുക എന്നുള്ളതും അതിനോട് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതും പെട്ടെന്നാണെങ്കിൽ ഒരട്ടാണ്. ഇങ്ങനെ പോന്നാൽ ഒരട്ടായി കുട്ടികളാത്താവും. ഒന്നങ്ങനെ സാധനം പോയി നിങ്ങൾ പോലെ രണ്ടാവും ചെയ്യും. ഇത്രയൊക്കെ പറയാം. ഇത്രയൊക്കെയാണ് ഇപ്പൊ അനക്കം കൊണ്ട് ബാത്തിലാണുള്ളത്. ഇനി നമ്മുടെ ജീവിതത്തിൽ പിന്നെ നമ്മൾ നാളെ പറഞ്ഞതുപോലെ ഇരുത്തം, സുന്നത്ത് ആ ഇരുത്തം മാറി ഇങ്ങോട്ട് ഇരിക്കാൻ അവസരത്തിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ മാറി ഇരിക്കുമ്പോഴൊക്കെ ഇത് ശ്രദ്ധിക്കണം. 3 അനക്കാനങ്ങനത് അവിടൊക്കെ ഇത് ബാധകമാണ്. എങ്ങനെ അവിടെയും പ്രബലമായ അഭിപ്രായം 3 അനക്കായ ബാത്തിലാവുന്നതാണ്. തടുക്കൽ സുന്നത്താണ്, പക്ഷെ തടുക്കുമ്പോൾ 3 അനക്കായാൽ നിസ്കാരം ബാത്തിലാവും. ആളുപോട്ടേക്ക അല്ലാതെ നമ്മള് ഓൻ വരുന്നതിനനുസരിച്ച് മസിൽ പിടിച്ചാൽ നമ്മളെ നിസ്കാരം ചിലപ്പോൾ പോകും. പിന്നെ അവിടെ ബാത്തിലാവൂല, അത് സുന്നത്തായതാണ് എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നതോട് നമുക്ക് പിടിക്കുക. പ്രബലമായ അഭിപ്രായം ബാത്തിലാവുന്നതാണ് അത് പറഞ്ഞോടത്ത്. അത്രയാണ് അനക്കം കൊണ്ട് ബാത്തിലാണത്. അതുപോലെ തന്നെയാണ് ഒരു അക്ഷരം, അർത്ഥമുള്ള ഒരു അക്ഷരമോ അർത്ഥമില്ലാത്ത 2 അക്ഷരമോ മൊയ്യൽ കൊണ്ട് നിസ്കാരം ബാത്തിലാവും. ഒരക്ഷരം കഴിഞ്ഞു അല്ലെങ്കിൽ 2 അക്ഷരം കഴിഞ്ഞു. അർത്ഥമുള്ള ഒരക്ഷരം, അതിപ്പോ പിന്നെ ഉദാഹരണത്തിന് ഒരാള് ഞാൻ എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞു. മലയാളത്തിൽ ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്നാണ് പറഞ്ഞെങ്കിലും അതിനർത്ഥമുണ്ട്. അപ്പോ ബാത്തിലാവും, ഒറ്റ അക്ഷരം ഉള്ളെങ്കിലും. അറബിയിൽ ഇങ്ങനെ കൈ എന്നൊക്കെയാണ് പറയണത്. കൈ എന്ന് പറഞ്ഞാൽ ഈ കാക്ക് എന്നാണ് മലയാളത്തിൻ്റെ അർത്ഥം. പക്ഷേ മലയാളത്തെ അർത്ഥം പറയുമ്പോൾ അക്ഷരം കൂടും. അറബിയിൽ കൈ എന്ന് പറഞ്ഞാൽ ഒരക്ഷരം അർത്ഥമുണ്ട്. വക്കായക്കിൻ്റെ അമൃബിയിലെ കൈ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ അർത്ഥമുള്ള ഒരക്ഷരം. അത് ദിക്റുകൾക്ക് അത് ബാധകമല്ല. ദിക്റ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, റുക്കൂലും സുജൂലൊക്കെ നമ്മൾ എത്രയും ദിക്റുകൾ ചെല്ലാന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുന്നില്ല. അതല്ലാത്ത ഇതിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. ഇനി ചില ദിക്റുകളുണ്ട്, ആ ദിക്റുകൾക്ക് അർത്ഥം ഉണ്ടാവും, ആയത്തുകൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ഒരാൾ ഞാൻ വീട്ടിലേക്ക് കയറട്ടെ എന്ന് വെച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു ഉദ്ഖുലൂഹാ ബിസ്സലാമിൻ ആമിനീൻ എന്ന് പറഞ്ഞു. അപ്പോ ഓനോട് വീട്ടിൽ കൊടുക്കാനുള്ള സമ്മതം ചെയ്തെന്നത് ഓരിയുടെ ആയത്താണ്. അപ്പോ വീട്ടിലേക്ക് കയറാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് എങ്കിൽ നിസ്കാരം ബാത്തിലാവും. അതല്ല നമ്മള് ഓന് സമ്മതം കൊടുക്കലുമാണ്, ആ കൂട്ടത്തിലൊരു ആയത്ത് ഓതലുമാണ്, അങ്ങനെ ആയാലും ബാത്തിലാവും. ഇനി ഒന്നും കരുതാതെ അത്തരം സന്ദർഭങ്ങൾ പറഞ്ഞാൽ വരെ പ്രബലമായ അനുസരിച്ച് ബാത്തിലാവും. അപ്പൊ ഒരു ആയത്താണെന്ന് പ്രത്യേകം കരുതിയിട്ട് വേണം പറയാൻ. അത് ഇമാമിന് പറഞ്ഞു കൊടുക്കുന്നിടത്തും അങ്ങനെ. മനസ്സിലായില്ലേ? ഇമാമിന് നമ്മൾ എന്ത് ചെയ്യും? അല്ല, അവിടെ രണ്ടും കൂടി കരുതിയ ബാത്തിലാവില്ലാതാണ്ടോ ഞാൻ പറഞ്ഞെടുത്ത് മാറിപ്പോയി. അതായത് ഓനെ അറിയിച്ചു കൊടുക്കാനാണ് ആ കൂട്ടത്തിൽ ആയത്തോടെന്ന് കരുതിയാൽ ബാത്തിലാവില്ല. അറിയിച്ചു കൊടുക്കാൻ മാത്രമെന്ന് കരുതിയാലും ഒന്നും കരുതാഞ്ഞാലും ബാത്തിലാവും. ഞാൻ 3 ബാത്തിലാവെന്ന് പറഞ്ഞു തോന്നുന്നുണ്ട് അല്ലേ? അതുപോലെ ഇമാമ് ഉദാഹരണത്തിന് ഇമാമ് സൂറത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇമാമിന് സൂറത്ത് കിട്ടാതെ ആയിട്ട് സ്റ്റക്കായി. അപ്പൊ നമ്മളവിടെ ഓതി കൊടുക്കുമല്ലോ. ഓതി കൊടുക്കുമ്പോ ഖുർആൻ ഓതുകയാണെന്ന് പ്രത്യേകം കരുതണം. ആ കൂട്ടത്തിൽ ഇമാമെ അറിയിക്കാനാണെന്ന് കരുതിയാൽ കുഴപ്പമില്ല. ഒന്നും കരുതാതെ ഓതി കൊടുത്താൽ, അല്ലെങ്കിൽ ഇമാമ് തെറ്റിയത് ഉണർത്താന്ന് ഓതി കൊടുത്താൽ ഇബൻ നിൽക്കാനാണ് ബാത്തിലാവും. അതുപോലെ സുബ്ഹാനല്ലാഹ് പറയുന്നുണ്ടല്ലോ. നമ്മളിപ്പോ ഇമാമ എന്തൊക്കെ വെച്ചാൽ സുബ്ഹാനല്ലാഹ് ചില ആൾക്കാരൊക്കെ പേക്കാൻ കാത്തിക്കാൻ തോന്നുന്നുണ്ട്. 3 മുമ്പ് ഒറ്റ അടിയായിട്ട് പറഞ്ഞേക്കാം, ആലോചിച്ചാൽ നേരം ഉണ്ടാവില്ല. അങ്ങനെ സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ ഈ പറഞ്ഞോണ്ട് നിസ്കാരം ചിലപ്പോൾ പോയിണ്ടാവും. കാരണം ഓതൊന്നും കരുതിയിട്ടുണ്ടാവില്ല, അടിച്ചു വിട്ടേക്കാരം. അപ്പൊ ആ സുബ്ഹാനല്ലാഹ് വരുമ്പോൾ ശ്രദ്ധിക്കണം എന്നർത്ഥം. കാരണം ദിക്റില്ലാണെന്ന് കരുതണം. ആ കൂട്ടത്തിൽ മാണെങ്കിൽ ഇമാമിനെ ഉണർത്താനെന്ന് കരുതാം, അത് വെറും ദിക്റിനെ കരുതും. ഒന്നും കരുതാതെയോ അല്ലെങ്കിൽ ഇമാമിനെ ഉണർത്താനെന്ന് കരുതിയിട്ടോ ചൊല്ലിയാൽ നിസ്കാരം ബാത്തിലാവും എന്നർത്ഥം. അതെ, ഈ ചെല്ലിയോന്റെ നിസ്കാരം ബാത്തിലാവും. ആ ആ അല്ല, അവിടെ ഓന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ റുക്കൂക്കോ സുജൂക്കോ പോണ ദിക്റല്ലേ, അത് പ്രത്യേകം വേറെ ദിക്റ് ചെല്ലല്ലോ. അവർക്കിപ്പോ അത് ബാധകല്ല. അത് മറ്റും കൂടി ഉദ്ദേശിച്ചെങ്കിൽ ഇത് സുന്നത്തായ ഔദ്യോഗിക ദിക്റാണ്. അപ്പൊ കുഴപ്പമില്ല. അല്ലാതെ ചെല്ലുകൊടുത്താണ് നമ്മൾ പറഞ്ഞത്.
നിസ്കാരത്തിൽ ഔദ്യോഗികമായിട്ട് വന്ന ദിക്ർ നമ്മൾ ചൊല്ലുമ്പോൾ ഈ വേറെ ഉദ്ദേശങ്ങൾ ഒന്നുള്ളതുകൊണ്ട് അതിന് കൊടുത്ത് കരുതിയോണ്ട് കുഴപ്പമൊന്നുമില്ല. ശരിയല്ലേ? ഇവിടെയാണ് ഇപ്പൊ നമ്മൾ പണ്ട് പറഞ്ഞ തൊണ്ട അനക്കിനോടത്ത് 2 എണ്ണം വന്നാലും നിസ്കാരം ബാത്തിലാവും എന്ന് പറഞ്ഞേ. ഒരു ക്ലാസ്സിൽ പറഞ്ഞു തോന്നുന്നുണ്ട്. തൊണ്ട അനക്കണ നേരത്തെ നമ്മളിപ്പോ 2 എണ്ണം ആയപ്പോ അത് നിസ്കാരം ബാത്തിലാവും അർത്ഥം. നമ്മൾ ചിലപ്പോ ഒന്ന് തൊണ്ടക്കൊരു കാറിൽ വരുമ്പോഴേ 2 എണ്ണം വന്നാൽ ബാത്തിലായി, ഒന്നിച്ച് വന്നാൽ നിസ്കാരം ബാത്തിലാവും. അപ്പോ അത് ഫർളായ ഓത്ത് ഓതാൻ പറ്റാത്തോടത്താണെങ്കിൽ അനുവദനീയാണെന്ന് പറയണ്ടേ തൊണ്ടനക്കല്. ഫർളായ ഓത്ത് പറഞ്ഞാൽ സ്വന്തം ശരീരം കേൾക്കുന്ന രൂപത്തിൽ നമ്മൾ സാധാരണ ഒറ്റയ്ക്ക് സ്കെച്ച് പോകുന്നുണ്ടല്ലോ, ആ ഓത്ത് ഫാത്തിഹ സൂറത്ത് ഓതാൻ കഴിയാതായി. അതാണ് ഇപ്പൊ പറഞ്ഞത്, സൂറത്ത് കൈവട്ടല്ല, അത്തഹിയാത്ത് ഓതാൻ കഴിയാതായി. ഇങ്ങനൊക്കെ വരുന്ന സമയത്തിൽ അവിടെ തൊണ്ടനക്കാം. എന്നാൽ ഇമാമുക്കാണ് അപ്പം ഉറക്കം ഓതാൻ കഴിയുന്നില്ല, അതിന് അനക്കിയാൽ നിസ്കാരം ബാത്തിലാവും. അതല്ലെങ്കിൽ സൂറത്ത് ഓതാൻ കഴിയാൻ ഞാൻ നിസ്കാരം ബാത്തിലാവും. അവിടെ ഒന്നും പറ്റില്ലാത്ര പറ്റൂ, ഒന്നനക്കാം മാത്രം നിർത്തിയ കുഴപ്പമില്ല. 2 എണ്ണം വന്നാലാണ് പോയി ബാത്തിലാവും പറഞ്ഞത്. അത് അങ്ങനത്തെ അടുത്തൊക്കെ അനക്കുമ്പോൾ ചിലപ്പോൾ പിടിച്ചാൽ കിട്ടൂല, ഒന്നെന്ന് വിചാരിച്ചാൽ 2 എണ്ണം 3 എണ്ണങ്ങൾ വന്നു പോകും. അപ്പൊ അതൊക്കെ ഒഴിവാക്കലാണ് നല്ലത്. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർക്ക് വസവാസാവുന്നതാണ്. നമുക്ക് പണ്ടൊരിക്കൽ ജുമാക്ക് അങ്ങനെ ഞാൻ സൂറത്ത് പതിക്ക് പോയിട്ട് ആകെ ചർച്ച ചെയ്യുന്നറിഞ്ഞ ആട് മുഴുവൻ മസാല പിന്നെ അറിയില്ലല്ലോ എന്താണ് ഇവിടെ സൂറത്തില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അവസ്ഥയായിരുന്നു. അപ്പൊ ഇതിപ്പോ അവിടെ അടുത്ത് പറഞ്ഞു കൊടുക്കാനും കഴിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്നേരം പറഞ്ഞുമില്ല. നിങ്ങൾ വലിയ പ്രശ്നം ഉണ്ടാവും വെച്ചെങ്കിൽ അറിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ ഞാനത് പറഞ്ഞുമില്ല. ചുരുക്കി പറഞ്ഞാല് അതൊരു ചർച്ചയായി. അപ്പൊ ചുരുക്കി പറയാതാണ്. അതുപോലെ കൊര നമ്മൾ ചുമക്കൂല്, അതുപോലെ കരച്ചില്, ചിരി, അതുപോലെയുള്ള തുമ്പല്, ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ പിടിച്ചാൽ കിട്ടാതെ ഇങ്ങോട്ട് ചാടി പോയാൽ ഒപ്പുണ്ട്. അതല്ലെങ്കിൽ അവിടെയൊക്കെ ഈ പ്രശ്നമുണ്ട്. ചുമക്കുള്ളടത്താണെങ്കിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങോട്ട് ചാടി പോയാൽ കുഴപ്പമില്ല. അതല്ലാതെ നമ്മൾ ശ്രദ്ധിക്കാതെ ഒന്ന് വന്നപ്പോൾ തന്നെ ലെവലാക്കാണ്ട് നല്ല ഉസാറാണ്ട് വരച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തുമ്പാൻ വന്നപ്പോൾ തന്നെയാണ് ഉസാറാക്കാണ്ട് തുമ്പിയാൽ പിന്നെ ചിരി കരച്ചിലൊക്കെ പറയുന്നുണ്ട്. അത് പിന്നെ സാധാരണ നടക്കാത്താണ്. ഏതായാലും ഇതൊക്കെ നടന്നാൽ നിസ്കാരം ബാത്തിലാവും. കരഞ്ഞാൽ ബാത്തിലാവും. അതെ, അങ്ങനെ കരഞ്ഞാൽ പോലും ശബ്ദം പുറത്തേക്ക് വരുന്ന 2 ശതമാനം ബാത്തിലാവും. അത് ഓതിയിട്ട് കരച്ചിലിന്റെ ശബ്ദം വരില്ല, ഓത്തിന്റെ ശബ്ദമായ കുഴപ്പമില്ല, കണ്ണെന്ന് വെള്ളം വന്നാലും കുഴപ്പമില്ല, അതൊക്കെ ഓക്കെയാണ്. ഈ കരച്ചിലിന്റെ ശബ്ദം വന്നിട്ട് 2 വന്നാൽ ബാത്തിലാവും അർത്ഥം. അങ്ങനെ തേങ്ങി വരാതെ. വലൗ മിൻ ഖൗഫിൽ ആഖിറതി, അത് പരലോകത്തെ പേടിച്ചതിനാലാണെങ്കിലും ശരി. വമിസ്ലുഹു അൽ അനീനു, ഇപ്രകാരം തന്നെയാണ് ഏങ്ങിക്കരച്ചില്. വനഫ്ഖു, ഊത്ത്. വലൗ മിനൽ അൻഫി, അത് മൂക്കിൽ നിന്നാണെങ്കിലും ശരി. മനസ്സിലായില്ലേ? കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒന്നും അതിനൊന്നും വകുപ്പില്ല. അപ്പോ കരയുന്നതിന് കുഴപ്പമില്ല, കണ്ണിന്ന് വെള്ളം വന്നുകൊണ്ട് അങ്ങനെയുള്ള കരച്ചിലുണ്ടല്ലോ, ശബ്ദം ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഫി മതബാട്ടോ. അവിടെ ഇനി ഗൾഫിലൊക്കെ നടക്കണത് ഏത് മതബാണ്, ഓലെ മതബിൽ എന്താണെന്ന് എനിക്കറിയില്ല. എല്ലാ മതബോടും ഇപ്പോൾ ഞാൻ പഠിച്ചിട്ടില്ല. സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗത്തിൽ വരുന്ന കുറേ മതബുകൾ പഠിച്ചു എന്നല്ലാതെ മൊത്തത്തിൽ ഇനി ഇതിൻ്റെ ഒന്നും മറ്റു മതബുകൾ എനിക്കറിയില്ല. അവിടെ നടക്കണൊക്കെ നിസ്കാരം ബാത്തിലാണെന്ന് ഇതിൻ്റെ പേരിൽ നമ്മൾ പത്ത് കൊടുക്കണ്ട. അല്ല, അത് ആ മതബിൽ ചിലപ്പോൾ അനുവദനീയായിരിക്കും, നമുക്കറിയില്ലല്ലോ. നമ്മളിപ്പോ ഷാഫി മതമാണ് പറയണത്. അപ്പൊ നമ്മൾ ശരിയാക്കാൻ നോക്കുക, മറ്റോന്റെ തമ്മിൽ തൂക്കേണ്ട ആവശ്യമില്ല. ഏത് മതമാണ്, ആ മതബിൽ എന്താണെന്ന് അറിയില്ല. എനിക്ക് അറിഞ്ഞൂടാ മറ്റു മതബിൽ എന്താണ് യൂസ് ചെയ്യാൻ നോക്കിയിട്ടില്ല. അറിയാത്ത കാര്യം നമ്മൾ പറയേണ്ടി വരില്ലല്ലോ. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ ഒമ്മുമാണ് വെച്ചെങ്കിൽ ഈ കരച്ചിൽ ശബ്ദം വന്ന പ്രശ്നം. അതായത് ഇമാമിന്റെ വക്കൽ നിന്ന് നമ്മൾ സാഫിയായിട്ടാണ് അത് തുടർന്നതെങ്കിൽ നമ്മളെ മതബിൽ ബാത്തിലാവുന്ന പ്രവർത്തനം ഇമാമിന്റെ ആക്കുന്നുണ്ടായാൽ ഉടനെ മുഫാറക്കത്തിന് നെയ്യത്ത് വെക്കണം, അല്ലാതെ നമ്മൾ കയറി പോകും. അപ്പൊ അയാൾ അനഫിയാണ് നോക്കുക, അനഫി മതബിൽ കരഞ്ഞ ബാത്തിലാവില്ല നമ്മൾ സങ്കല്പിക്കുക. അപ്പൊ അയാൾ കരഞ്ഞു, അപ്പൊ പക്ഷെ നമ്മളെ മതബിൽ ബാത്തിലാവുമല്ലോ, ആ ബാത്തിലാവുന്ന പ്രവൃത്തി അനഫി മതബാൻ എടുത്തു കഴിഞ്ഞാൽ ഉടനെ അയാൾ മുഫാറക്കത്തിന് നെയ്യത്ത് വെക്കണം.
അല്ലെ പിന്നെ നമ്മൾ അനഫി സ്വീകരിച്ചുകൊണ്ടാകണം തുടരുന്നത്, അല്ലാതെ നമ്മൾ നിസ്കാരം ബാത്തിലാവും. അതല്ലേ നമ്മൾ പറഞ്ഞേ? അല്ല അവിടെ ഇപ്പൊ എന്നാൽ അവിടെ മദ്ഹബൊന്നും ഇല്ലാന്ന് മനസ്സിലായി. പണ്ടൊക്കെ ഭയങ്കര മദ്ഹബായിരുന്നു. 4 മദ്ഹബ് ഉണ്ടായിരുന്നു. 4 മദ്ഹബിനും വേറെ വേറെ ഇമാമിങ്ങളുണ്ടായിരുന്നു. ഹറമില് മുമ്പത്തതില് 4 മദ്ഹബിനും വേറെ വേറെ ഇമാമിങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് ഓരോ മദ്ഹബിനും ഓരോ ഇമാമിന് പോയി തുടരലായിരുന്നു. പിന്നെ അതൊക്കെ പോയി പിന്നെ 4 മദ്ഹബും ശ്രദ്ധിക്കുന്ന ഒരു ഇമാമെന്നാക്കി മാറ്റി. ഇപ്പൊ ഒരു മദ്ഹബും ഇല്ലാതെയാണ് നടക്കണേ. അതൊക്കെ പോയി. ഇപ്പൊ മൊത്തത്തില് നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ ഒക്കെ പോയില്ലേ. മൊത്തത്തിൽ മദ്ഹബിനൊന്നും ഇപ്പോൾ ഒരു വിലയൊന്നുമില്ല. അതൊക്കെ മൊത്തത്തിലൊരു ഇസ്ലാം, ജനറൽ ഇസ്ലാം എന്നുള്ള ഒരു നിലപാടിലേക്ക് എല്ലാവരും വരികയാണ്. അതിൽ എന്തൊക്കെ നടക്കണമൊക്കെ നടക്കൂ. നമ്മളിപ്പോൾ നമ്മളെ മതം തിരിച്ച് പറയാണ്. അങ്ങനെ ഉണ്ടായിരുന്നു പണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എനിക്കറിയില്ല. 4 മതത്തിൽ 4 ഇമാമുള്ള എനിക്ക് ഓർമ്മ ഉണ്ട്. അങ്ങനെ കിതാബുകളിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മറ്റേ ഇയാളെ കുറിച്ച് മൊയ്തീൻ ശൈഖിനെ കുറിച്ച് പറയണ്ടല്ലോ, മൂപ്പര് ഷാഫിയായിരുന്നു മൊയ്തീൻ ശൈഖ്. അപ്പൊ മൊയ്തീൻ ശൈഖിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു അംബലി മദ്ഹബിൽ തീരെ ആളില്ലാന്നും റസൂലുള്ളാഹിയോട് അംബലി ഇമാം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയും അങ്ങനെ മൂപ്പര് പോയിട്ട് അംബലി ആയി. അംബലി മദ്ഹബ് തുറന്നു. അപ്പൊ മൂപ്പര് ആൾക്കാരും തുറന്നു. അങ്ങനെ അംബലി മദ്ഹബിന്റെ ആ ഇമാമിന്റെ അവിടെ ആളുണ്ടായിരുന്നൊക്കെ അതിന് ചരിത്രത്തിൽ കാണാം. കുറെ 4 ഇമാമിങ്ങൾ ഉണ്ടായിരുന്നു. അത് കുറെ കാലം പിന്നെ മുമ്പേ കാലത്തൊന്നല്ല, പിന്നെ ഒരുപാട് കാലം ഉണ്ടായിരുന്നു. പിന്നെ അത് ഒരു മാറ്റം വരുത്തി 4 മദ്ഹബിലും നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ഇമാമ നിൽക്കാന്നല്ല. അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും തുടരാൻ പറ്റും. കറാത്തൊക്കെ വന്നാലും ആ ഒരു മദ്ഹബിലിരുന്ന് പിന്നെ പോകുന്നത്. പിന്നെ ഇപ്പോ അവിടെ മദ്ഹബൊന്നുമില്ല. ഇപ്പൊ ഓരോരു മസല ഉണ്ട്. അതിൽ കുറെ വിഷയങ്ങളൊക്കെ മദ്ഹബ് എടുക്കും, കുറെ കാപ്പിയാവും. മറ്റേ ഓൽക്ക് ഖുർആൻ ഹദീസ് തോന്നിയാൽ ആ തോന്നിയാലാണ് ഓലെ മദ്ഹബ്. അങ്ങനെ ഇപ്പൊ പോരുന്നേ. അപ്പൊ ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതാണ് ഇപ്പൊ പോണേ. ഇനിയിപ്പോ നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഒരാൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾക്ക് എന്ത് ചെയ്തു, പെട്ടെന്ന് പിടിച്ചാൽ കിട്ടാതെ ഈ തൊണ്ടനങ്ങിപ്പോയി. ചിലപ്പോൾ പെട്ടെന്നാണ് അറിയാതാണ് തൊണ്ടനങ്ങി പോവല്ലോ. അങ്ങനെ സംഭവിച്ചാൽ ചെറുതൊക്കെ ആണെങ്കിൽ അഫുണ്ട്. നമ്മളെ നിയന്ത്രണം വിട്ടിട്ട് ചിലപ്പോൾ കുര വരുന്ന മാതിരി തൊണ്ടനങ്ങി പോയാൽ അവിടെ അഫുണ്ട്. അതിൽ നാവ് അതിലേക്കാട് മുൻകടന്നു പോയി, നേരത്തെ പറഞ്ഞതുപോലെ. അതല്ലെങ്കിൽ ഓന് ഹറാമാന്ന് അറിയില്ല. ഹറാമ ഇതിങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള കഥ ഓനെ അറിയില്ല. എപ്പോ ഓൻ പുതുമുസ്ലിമായി അല്ലെ അതുപോലത്തെ പഠിക്കാൻ അവസരമില്ലാത്തതിനെ കുറിച്ചാണ് ആ മസല വാദം. അതായത് അറിയാത്തതിന്റെ പേരിൽ എന്നുള്ളതിന് 2-3 വകുപ്പാണ് നമ്മളില്ലേ. ചില മസലകൾ അറിയാഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ സാധാരണക്കാരായ ആളുകളാണെങ്കിലും മുസ്ലിങ്ങൾക്ക് ജീവിക്കുന്ന പഴയ മുസ്ലിങ്ങളാണെങ്കിലും അഫുണ്ട്. അപ്പൊ ഈ സുബ്ഹാനല്ലാഹ് എന്നൊക്കെ ഉണർത്തണോ കയ്യിലാപ്പെടുക. അറിയാതെ ഒരാൾക്ക് അങ്ങനെ കരുതാൻ പറ്റുമെന്ന് അറിയാതാണ് പറഞ്ഞു പോയി. പിന്നെ ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് ഇപ്പൊ പറഞ്ഞ ക്ലാസ് കേട്ടപ്പോഴാണ് ഇപ്പൊ കുറെ ആൾക്കാർക്ക് അറിഞ്ഞേ. അപ്പൊ അതിന് മുമ്പ് പറഞ്ഞുണ്ടാവില്ല എന്നുള്ള പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. കാരണം അത് അഫുള്ള വിഷയമാണ്. അത് എല്ലാവർക്കും അറിയാത്ത മസലയാണെന്നാ പറയണേ. അതേ സമയത്തിൽ ഇപ്പോ ഇതുപോലെയുള്ള ചില സംസാരം മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പഠിക്കാൻ അവസരം കിട്ടാത്ത ആൾക്കാർക്ക് മാത്രമേ ഇതുള്ളൂ. പഠിക്കാൻ അവസരം കിട്ടിയിട്ട് പഠിച്ചാത്ത ആൾക്കാർക്ക് പഠിക്കാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അറിയുന്ന ആൾക്കാർ നാട്ടിലൊരിക്കലും ഉണ്ടാകാന്നാ. അപ്പം നമ്മളെ കേരളക്കാർക്കൊന്നും ഒരു നിൽക്കും ആ വകുപ്പിൽ പെടാൻ കഴിയില്ല. അതായത് രാവിലെ പോയിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരാൻ എത്താൻ പറ്റുന്നിടത്തോടെങ്കിലും പണ്ഡിതൻ ഉണ്ടായിരുന്നൊക്കെ എന്നെ വിശദീകരണം കൊടുക്കണേ. രാവിലെ എപ്പോ നോക്കിയാലും എവിടെ കിട്ടാൻ പറ്റുന്ന സാഹചര്യം നമുക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ആ ഇതിൽ നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ അയിലപ്പെടണേ. ഇതിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടലായിട്ടാണ് പുതു മുസ്ലിമായി ഒരാളിപ്പോ ഇസ്ലാമിക്ക് വന്നു. ഓനിപ്പോ ഒരു ദിവസം കൊണ്ട് ഈ മസാല കൂടെ പഠിച്ചാകില്ലല്ലോ. അപ്പൊ ഓനെ സംബന്ധിച്ചിടത്തോളം ഓൻ ഇതിലൊക്കെ അഫുണ്ട്. പിന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ കൊണ്ടൊക്കെ നിസ്കാരം ബാത്തിലാവും. അടുത്ത് നോമ്പ് മുറിയുന്ന എല്ലാ കാര്യം കൊണ്ടും നിസ്കാരം ബാത്തിലാവും. ഉള്ളിക്ക് എന്തെങ്കിലും ഇറങ്ങിയാൽ നോമ്പൂരി അറിയാ അപ്പൊ നിസ്കാരം ബാത്തിലാവും. ഒരു കഫ അവിടെ ഇറങ്ങി തൊണ്ടന്റെ മധ്യഭാഗമാണ് അതിന്റെ അതിർത്തി. തൊണ്ടന്റെ മധ്യഭാഗം അതിന്റെ മുകളിലുള്ള ഒരു സാധനം കീപ്പട്ടോടെ ഇറങ്ങിയാൽ നിസ്കാരം ബാത്തിലാവും എന്നർത്ഥം. തൊണ്ടന്റെ മധ്യഭാഗം എന്ന് പറഞ്ഞാൽ കഫൊക്കെ തലേന്ന് ഇറങ്ങി വരുന്ന കഫം ചിലപ്പോ തൊണ്ടന്റെ പക്കത്തിരിക്കുണ്ടാകുക.
അത് നമ്മൾ ഇവിടെ ഇറക്കിയാൽ നിസ്കാരം ബാത്തിലാവും. തൊണ്ടന മധ്യഭാഗത്ത് നിന്ന് ഇതിന്റെ മുകൾക്കുള്ളത് താഴത്തേക്ക് ഇറങ്ങിയ ബാത്തിലാവും അർത്ഥം. അതാണ് അതിര്. കാരി കുറച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് പുറത്തേക്കുള്ളാണെങ്കിൽ കാരി കുറച്ച് എടുക്കണം എന്നാണ്. അതുകൊണ്ട് ഇറക്കാൻ പാടില്ല. അതേ സമയത്ത് തൊണ്ടന്റെ താഴത്തേക്കുള്ളതാണെങ്കിൽ കാരി കുറച്ച് എടുക്കാനും പാടില്ല. അത് പിന്നെ ഉണ്ടാക്കി ഛർദ്ദിക്കാന്നൊക്കെ പറഞ്ഞ നിസ്കാരം ബാത്തിലാണ്, നോമ്പ് ബാത്തിലാണ് കാര്യത്തിൽപ്പെട്ടാണ് ഉള്ളിൽ ഇങ്ങനെ പുറത്തേക്ക് എടുക്കാന്നല്ലേ. കിതാബിലൊക്കെ ഒരു രസകരമായ ഉദാഹരണം പറയില്ലേ, ഒരാള് ഒരു നൂല് വീങ്ങി അതിന് പകുതി ഭാഗം ഉള്ളിലും പകുതി ഭാഗം പുറത്തും, അങ്ങനെ സുബിയാൻ കൊടുത്തു. റമദാൻ മാസമാണ്, നോമ്പാണ്. ഇപ്പോ ഈ നൂലിങ്ങോട്ട് എടുത്താൽ ഇവന്റെ നോമ്പ് ബാത്തിലാവും. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനല്ലേ. നൂല് അങ്ങോട്ട് വീങ്ങിയാലും നോമ്പ് ബാത്തിലാവും. നൂല് അവിടെ ഇട്ട് വെച്ചോട് നിസ്കരിച്ചാൽ നിൽക്കാനായിട്ട് ശരിയാവില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ ചെയ്യേണ്ടതെന്ന് ചോദിക്കണ്ടേ. അപ്പൊ അവിടെ വരുന്ന മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനുള്ള ചെയ്യേണ്ട മാർഗം എന്ന് വെച്ചാൽ നൂലെടുക്കുകയോ വീങ്ങുകയോ ചെയ്തിട്ട് നോമ്പ് ബാത്തിലാക്കിയിട്ട് നിസ്കാരം പിടിക്കാനോ വേണ്ടിയില്ല. നിസ്കാരത്തിലാണ് നോമ്പിനെക്കാണ് സാധനമുള്ളത്. വേറെ മാർഗം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും അറിയാത്ത നിലക്ക് പോയിട്ട് വലിച്ച് എന്തെങ്കിലും ആക്കി ചെയ്തു കൊടുക്കുക. പിന്നെ പറയാൻ ചെയ്തു തന്നിട്ട് വേണം. അറിയാത്ത നിലക്ക് പോന്നാൽ എന്തായാലും നോമ്പ് ബാത്തിലല്ലോ, അങ്ങനെ ചെയ്തു കൊടുത്താലും മതി. അത് ആരും ചെയ്തെങ്കിൽ നടക്കും. ഏതായാലും അതിന് മാർഗം പറഞ്ഞപ്പോൾ അതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഉള്ളിലുള്ള കൊണ്ട് എടുത്താലും പ്രശ്നമാണ്. ഇവിടുന്ന് അതിന് ഒണിഞ്ഞാൽ നോമ്പ് ബാത്തിലാവും കാരണം ബാത്തിലാവും, നിസ്കാരം ബാത്തിലാവും. അതാ. അപ്പോൾ കഫം ഉള്ളിലുള്ള കഫം കാറി കുറിച്ചെങ്കിലും എടുത്താൽ നിസ്കാരം ബാത്തിലാവും. പുറമുള്ള കഫം ഉള്ളിൽ കണ്ട് ഇറക്കിയാലും ബാത്തിലാവും. അപ്പൊ ഈ പോയിന്റ് വലിയൊരു പ്രശ്നമാണ്. ഈ തൊണ്ടന്റെ മധ്യഭാഗം എന്നാണ് അത്. അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് പോന്നാലും പ്രശ്നമാണ്, ഇവിടുന്ന് ഇറങ്ങിയാലും പ്രശ്നമാണ് അർത്ഥം. ശരിയല്ലേ? ഉമിനീര് ഇറക്കിയാൽ അവിടെ ബാത്തിലാവില്ല. ഉമിനീരല്ലാത്ത എന്തിറക്കിയാലും ബാത്തിലാവും. എന്നാൽ ഉമിനീരിനോട് കൂടെ കഫോ അല്ലെങ്കിൽ വെറ്റിലൊക്കെ തിന്നതിൻ്റെ എന്തെങ്കിലും ഇതോ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ എന്തെങ്കിലും അവശിഷ്ട, ചിലപ്പോൾ വലിനുള്ളിൽ ഇറച്ചി ഇതൊക്കെ ഉണ്ടാവില്ല, അതെന്തെങ്കിലും കൂടിയായിട്ട് ഇറങ്ങിയാൽ നിസ്കാരം ബാത്തിലാവും. എന്നാൽ അത് അറിയാതെ ഇറങ്ങിയാൽ ബാത്തിലാവില്ല. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ഇങ്ങനെ ഓതുന്നതിൻ്റെ പല്ലിൻ്റെ ഇടയിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു പറ്റി കഷ്ടമൊക്കെ എന്നാൽ പോയാലാണ് ഇപ്പോൾ ആലോചിച്ചിരുന്നത്. ആ ബാത്തിലാവില്ല എന്നർത്ഥം. കുറച്ചായതുകൊണ്ട് തോന അറിയാതെ നിന്നാലും ബാത്തിലാവും. നോമ്പ് എത്ര നിന്നാലും ബാത്തിലാവില്ല അറിയാതെ. ഒരു പ്ലേറ്റുള്ള ചോറ് മുഴുവൻ നോമ്പാന്ന് ഓർമ്മയില്ലാതെ കുഴച്ച് ഉഷാറാക്കി ഭക്ഷണം കഴിച്ചിട്ട് പിന്നെയാണ് നോമ്പിനെല്ലാം വിചാരിച്ചാൽ അള്ളാഹുത്താല ഓരോ ഭക്ഷണം കൊടുത്തു എന്നാണ് പറഞ്ഞത് അവിടെ. അല്ലാതെ നോമ്പിന് കുഴപ്പമൊന്നുമില്ല അറിയാതെ സംഭവിച്ചാൽ. പക്ഷെ നിസ്കാരത്തിൽ അങ്ങനെ പറ്റൂല. നിസ്കാരത്തിൽ തോന തിന്നാലും അറിയാതെ തിന്നാലും ബാത്തിലാവും. പക്ഷെ കുറച്ചൊക്കെ എങ്ങനെ ഈ പല്ലിൻ്റെ ഇടയിലുള്ള മറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ബാത്തിലാവൂല എന്നർത്ഥം. അതുപോലെ ഈ ഊനം പൊട്ടിയിട്ട് രക്തം വരുന്നുണ്ടാവും, അത് കൂടിയിട്ട് ഉമിനീര് ഇറക്കിയാൽ ബാത്തിലാവും. ഊനം പല്ലിന് കേടുള്ളവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണത്. ഊനം റമളാനിലൊക്കെ വളരെ പ്രശ്നമായിക്കാണ് ചിലപ്പോൾ ചിലർക്ക്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലും അത് ഇറങ്ങിയാൽ നിസ്കാരം ബാത്തിലാവും. ശരിയല്ലേ? ഊനം എന്നാണ് മനസ്സിലായില്ലേ? ഊനെന്നല്ല പറയാ, പല്ലിന്റെ ഊരെന്നല്ല പറയാ, ഈരിനാറില് എനിക്കല്ലേ നമ്മളെ നാട്ടില് ഊനെന്ന് പറയാ. പല്ല് കിട്ടിയത് സ്ഥലമില്ലേ, അതിന്റെ ആ ഇറച്ചിയുള്ള തോല്ല അത് പെട്ടെന്ന് വളരെ നൈസായി കാണാം, ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടുപോയി. അതാണ് ഇപ്പോൾ പറഞ്ഞത്. അതിന് എന്ത് പേരിട്ടാലും പാടില്ല. ശരിയല്ലേ? പിന്നെ മനഃപൂർവ്വം ഒരു ഫർളിൽ അധികരിപ്പിച്ചാൽ നിസ്കാരം ബാത്തിലാവും. സാധാരണ രീതിയിൽ ബാത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത്. മനഃപൂർവ്വം ഒരു ഫർള് അധികരിച്ചു, ഒരു റുക്കൂ കൂട്ടി അല്ലെങ്കിൽ ഒരു സുജൂദ് കൂട്ടി, എന്നാൽ അറിയാതെ ചെയ്തല്ല, അത് നിസ്കാരം ബാത്തിലാവും. അതിൽ പെട്ടതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് മുമ്പ്. ഇരിക്കുന്ന ഒരാൾ എന്ത് ചെയ്തു, കാല് ശരിയാക്കാൻ വേണ്ടി നെറ്റി മുന്നിക്ക് കൊണ്ടുപോകണമാതിരി കുരിഞ്ഞാൽ അത് ഇരുന്ന് നിസ്കരിക്കുന്നതിന്റെ റുക്കുവാണ്. അപ്പോൾ ഒരു ഫർള് അധികരിപ്പിക്കുക നിസ്കാരം ബാത്തിലാവും. മുമ്പ് ഒരു ക്ലാസ്സിൽ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അല്ലേ? നമ്മളിപ്പോ വെറുതെ ഉദാഹരണം ആദ്യത്തെ അത്യാഹത്തിൽ ഇങ്ങനെ ഇരുന്നു പോയി, അമ്മച്ചി നന്നാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കും, അപ്പോൾ നിസ്കാരം ബാത്തിലായി. കാരണം നെറ്റി ഇതിന് മുന്നിക്ക് വരുന്നവർ കുനിയാൻ പാടില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം, 3 അനക്കാനങ്ങാത്ത മാതിരി ഇങ്ങനെ അങ്ങോട്ട് പോരാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. അല്ലാച്ച അങ്ങനെ ഇരുന്നാൽ മതി, ആ സുന്നത്ത് പോയിക്കോട്ടെ, നിസ്കാരം ബാത്തിലാകാൻ നിൽക്കണ്ട. അതാണ് മാർഗം. ഇമാമിനോട് പിൻപറ്റാൻ വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. അതാ വലൂലി തഹ്സീലി തവറുഖിഹി ഔ ഇഫ്തിറാസിഹി പ്രത്യേകം പറയാണ്. തവറുഖിന്റെ ഇരുത്തം കിട്ടാൻ വേണ്ടിയോ ഇഫ്തിറാസിന്റെ ഇരുത്തം കിട്ടാൻ വേണ്ടിയിട്ടോ ആണ് ഒരാൾ ഇങ്ങനെ ചെയ്തത് എങ്കിലും നിസ്കാരം ബാത്തിലാവും. എന്നാൽ സുജൂദിന്റെ മുമ്പ് ഒരാള് ഒരു ചെറിയ ഇരുത്തിരുന്നാൽ അവിടെ ഓൻ അഫുണ്ട്. സുജൂദുണ്ടല്ലോ, നമ്മള് സുജൂദ് കാണാൻ പോകുന്ന സമയത്തിൽ ഒരാൾ ഇരുന്നിട്ടാണ് പോയി, അപ്പോൾ ഒരു ഇരുത്തം കൂട്ടിയല്ലോ.
സുജൂദ് നിങ്ങൾ പൊന്തുമ്പോൾ ഒരു ഇരുത്ത സുന്നത്തുണ്ട്, അത് പിന്നെ സുന്നത്തിൽ ഇരുത്താണ്, ഇസ്തിറാഹത്തിന്റെ ഇരുത്താണ്. അതല്ലാതെ അങ്ങോട്ട് പോകുമ്പോൾ ഒരാൾ ഇരുന്നിട്ട് പോയാൽ അതൊന്നും കുഴപ്പമില്ല, അഫുണ്ട്. അതിപ്പോ എന്താ അങ്ങനെ ഇരിക്കുമെന്ന് വെച്ചാൽ അതിപ്പോ ഈ കസാല ഇരുത്തക്കാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മസലയാണ്. ഈ പണ്ടത്തെ കാലത്ത് മസല ആരും അങ്ങനെ ഇരുന്ന് പോലെ കബൂറേ ഉണ്ടാവുള്ളൂ, വലിയ തടിയുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ അങ്ങനെ പോകണേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ റുക്കൂ ചെയ്തിട്ട് പിന്നെ സുജൂദക്ക് കസാല ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. ചൊല്ലല്ലേ റുക്കൂ ഒക്കെ ശരിക്കും ചെയ്യും, പിന്നെ സുജൂദ് ചെയ്യാൻ വേണ്ടി അവൻ ഒടുക്കി വരികയാണ്, കസാലയ്ക്ക് വരിക. അപ്പൊ ഇരുന്നിട്ടാണ് പിന്നെ എന്ത് ചെയ്യാ സുജൂദക്ക് പോവുക. അപ്പൊ ആ ഇരുത്തം ഈ കസാല ഇരുത്തക്കാർക്ക് വരുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ ഓൾക്ക് ആവശ്യമുള്ള മസലയാണ് അവിടെ, വേറെ അതിന് കുഴപ്പമില്ല എന്നർത്ഥം. ശരിയല്ലേ? അതെ, ഓത്തിന്റെ സുജൂദിന് ശേഷവും, ഓത്തിന്റെ സുജൂദിന് ശേഷം നമ്മൾ പറഞ്ഞു ഇരുത്തല്ല, നേരെ പൊന്താൻ വേണ്ടി പറഞ്ഞു. എന്നാൽ അവിടെ നിന്ന് ഇരുന്ന് കഴിഞ്ഞാലും ഈ പ്രശ്നം വരില്ല. എങ്ങനെ? ആ ആ ആ ആ ഇമാമ് സുജൂദിലാണെന്ന് അറിഞ്ഞാൽ അവിടുന്ന് പൊന്തി വരുന്നതിന് മുമ്പാണെങ്കിൽ പോകണം, എന്തായാലും പോകണം. പിന്നെ ഒരാൾ പോയിട്ട് അവിടുന്ന് പോരണം, പോകണം. ആ റുക്കു പ്രശ്നം ഇമാമിന്റെ കൂടെ നിൽക്കുന്ന അവസരത്തിൽ ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങൾക്കൊന്നും കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞല്ലോ അത് ഇങ്ങനെ മാറി വന്നതാണ്, എനിക്ക് കുഴപ്പമില്ല. മനഃപൂർവ്വം ചെയ്തു അല്ലല്ലോ അത്, മനഃപൂർവ്വം ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നം വരുന്നത്. ആ അവസാനത്തെ അത്യാഹത്തിൽ അങ്ങനെ ഇരുന്നു. അതെ, ആ യുദ്ധം നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ നിൽക്കുന്നിടത്ത് അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും നെറ്റി മുട്ടുംകാലിന് മുന്നിൽ വരാൻ പാടില്ല. എങ്ങോട്ടായാലും നമ്മളെ വിഷയം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളതല്ല, നമ്മളെ വിഷയം നെറ്റി ഇതിന് മുന്നിൽ വരിക എന്നുള്ളതാണ്. അതെ, നെറ്റി മുട്ടുംകാലിന് മുന്നിൽ വന്നാൽ ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ റുക്കുവായി, അപ്പോൾ ഒരു ഫർള് അധികരിപ്പിച്ചു എന്നുള്ളതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? അത് ഒരു ഫർള് അധികരിപ്പിച്ചുകൊണ്ട് നിസ്കാരം ബാത്തിലായി. അത് എങ്ങോട്ട് ഇരുന്നാലും ശരി, ഞാൻ സമയമില്ലാത്ത വേറെ സ്ഥലത്ത് വെറുതെ നമ്മൾ അങ്ങനെ ആക്കിയാലും പത്തിയാത്ത് ഇങ്ങനെ ഒതുങ്ങി എടുക്കുമ്പോൾ വെറുതെ ഒന്ന് ഇങ്ങനെ അങ്ങോട്ട് പോന്നാലും കഴിഞ്ഞ്. അതിപ്പോ ഏത് ഇരുത്തം എന്നുള്ളതല്ല പ്രശ്നം, അത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ആ അതെ അതെ, ഏതായാലും ഇപ്പൊ ക്ലാസ് വന്നോണ്ട് കുടുങ്ങി, ഇനിയിപ്പോ ഒക്കെ അറിയില്ലെന്ന് അറിയില്ല. അതെ 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 അതെ, അത് ചെയ്തെടുത്ത് കുറെ സ്ഥലത്തൊക്കെ അപ്പൂ പറയുന്നുണ്ട്. അതെ അതെ, അതാ. അപ്പൊ ഒരാൾ മറന്നുകൊണ്ട് അല്ലെങ്കിൽ അറിയാതെ ചെയ്താൽ ഉഴുതീറ നൽകപ്പെടും. ഫലാ യുദുറു, അപ്പൊ ബുദ്ധിമുട്ടാക്കൂല, തൽക്കാലം ഒരു സമാധാനമാവുമല്ലോ. പിന്നെ അതാണിപ്പോ അതിലുള്ള അതിനായിട്ട് ബന്ധപ്പെട്ട കുറെ വിശദീകരണങ്ങളാണ് നമ്മൾ ഓരോന്നിനും ഓരോ ഉദാഹരണങ്ങൾ പറയുന്നത്. കിതാബിൽ കുറെ പറയുന്നുണ്ട്, ബാക്കി നമ്മൾ കൂട്ടി വായിച്ചാൽ മതി. പിന്നെ ഒരു ഫർളിനെ കുറിച്ച് സുന്നത്താണ് എന്ന് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ ഭാവിക്കുകയോ ചെയ്താൽ നിസ്കാരം ബാത്തിലാവും. അത് ചിലർക്ക് നമ്മളിങ്ങനെ പറയാം അതിപ്പോ ഫർളാണെന്ന് ചോദിക്കണ്ടേ ചിലവര്, എന്നാൽ അതുപോലെ അത് സുന്നത്താണെന്ന് വിചാരിച്ചിട്ടുണ്ടാ, യഥാർത്ഥത്തിൽ അതെന്താണ് ഫർളാണ്. അങ്ങനെ വിചാരിച്ച നിസ്കാരം ബാത്തിലാവും എന്നർത്ഥം. ഇനി ഒരാൾക്ക് കുറെ നിസ്കാരത്തിൽ ഫർളുണ്ട്, കുറെ സുന്നത്തുണ്ട്, ഏതൊക്കെ ഇപ്പൊ ഫർള് എന്നൊന്നും ഓൻ അറിയില്ല, കൊക്കോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവില്ലേ? ഫർള് ഏതാണ് സുന്നത്താണ് എന്ന് വേർതിരിച്ചറിയില്ല. പക്ഷെ ഒരു നിശ്ചിതമായ ഒരു ഫർളിനെ കുറിച്ച് സുന്നത്താന്ന് അവൻ വിചാരിച്ചിട്ടില്ല, എന്നാൽ ഓൻ കുഴപ്പമില്ല എന്ന് പറയണ്ടേ. പക്ഷെ ഏതെങ്കിലും ഒരു ഫർളിനെ കുറിച്ച് ഓൻ്റെ ധാരണ സുന്നത്തായാൽ നിസ്കാരം ബാത്തിലാവും. ഇതൊക്കെയാണ് ബാത്തിലാകുന്ന കാര്യങ്ങളിലുള്ളത്. പിന്നെ അശുദ്ധി ഉണ്ടാവുക, അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അശുദ്ധി ഉണ്ടാവുക. അതുപോലെ അഫുല്ലാത്ത നജസ് ശരീരത്തേക്ക് വരിക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇങ്ങനെ പല്ലി നമ്മൾ സ്കെച്ച് മേത്തേക്കാട് തൂരി നിൽക്കുക, അങ്ങനെ തൂരാൽ ഉടനെ തന്നെ അത് തട്ടിയാൽ അഫുണ്ടെന്നാ, ഉണങ്ങിയ കാസ്റ്റാവുകയും ഉടനെ തന്നെ അത് തട്ടുക. അതേമാതിരി ഔറത്ത് ഒഴിവായി നമ്മൾ നിൽക്കുന്ന നേരത്തെ ആരോട് ഫാൻ തുണി ഇങ്ങോട്ട് പൊന്തിപ്പോയി ഈ ഭാഗം കാണാൻ പോലത്തിൽ പെട്ടെന്നാണ് മറച്ചാൽ ഓക്കെ അഫുണ്ട്, അതല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവും. കണ്ടോ നിസ്കാരം ബാത്തിലാവുന്നില്ല.
ആ ഓൻ നിസ്കാരം ശരിയാവില്ല. ആ ബാക്കിയുള്ള ആൾക്കാർ കാണുന്നുണ്ടാവും. അതെ 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 കാണുന്ന ആൾ അവൃത്തിക്ക് നോക്കാതിരിക്കുക. അവൃത്തി നോക്കൽ ആറാമാണ്. കണ്ടുപോയാൽ മുഖം തിരിച്ചാ. അല്ല, നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. അവറത്ത് നോക്കൽ ആറാമാണ്. അപ്പൊ നമ്മൾ അറിയാത്തൊരു അവൃത്തിക്കടെ നോക്കി പോയാൽ പെട്ടെന്ന് മുഖം തിരിച്ചാ അവിടുന്ന് ഒഴിവാക്കുക. ഓ സുജൂദിന്റെ സ്ഥലത്തേക്ക് തന്നെ നോക്കാത്തതുകൊണ്ടാണ് പോകാൻ്റെ കുഴപ്പമാണത്. ആ സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കുകയാണെങ്കിൽ കാണൂലല്ലോ. ഏറ്റവും നമുക്ക് നോക്കിയതോടെ ഇപ്പോ ആ പ്രശ്നം വന്നേ. നമ്മളെ സുജൂദിൽ തന്നെ നമ്മൾ നോക്കുക, എങ്ങനെയാലും മുന്നിൻ്റെ അവറത്ത് നമ്മൾ കാണൂല. നമ്മളെ സുജൂദിന്റെ സ്ഥലത്തേക്ക് ഓൻ്റെ അവറത്ത് വരൂലല്ലോ. നമ്മൾ മുന്നിലാവുള്ളത് ശരിയാണ്. നമ്മളെ ശ്രദ്ധ തെറ്റുന്നതുകൊണ്ടാണ് കുഴപ്പം വരുന്നത്. അതുകൊണ്ട് അപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഉടനെ മുഖം തെറ്റുക, പിന്നെ അവറത്ത് കണ്ടാൽ ആറാമാകും. പക്ഷെ നമ്മളെ നിസ്കാരത്തിന് അത് ബാധിക്കൂല. കാണുന്ന നിസ്കാരത്തിന് അത് ബാധിക്കൂല. ആ കുവാനിൽ കണ്ടുമ്പോ എപ്പോഴാണെങ്കിലും കണ്ണ് തുറക്കലാണ് സുന്നത്ത്. ചുമ്പിൽ കറാത്തില്ല, അതൊക്കെ നമ്മൾ ഓതി പോയിന് എനിക്ക് അല്ലേ, ഓതി ഭാഗമാണ്. അല്ല ഏതായാലും കണ്ണും ആ സമയത്ത് കണ്ണാടി ചുമ്പിയാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ കീപ്പിട്ട് നോക്കിയാൽ മതി. എന്തെങ്കിലും ചെയ്യാം. അവിടുന്ന് ആ കാലിൽ ഇല്ലാതാക്കാൻ അർത്ഥം അവിടുത്തെ കാണുന്ന നേരത്തെ. അതുപോലെ നെയ്യത്തിൽ തക്ബീറത്തിൽ ഇഹ്റാമിലൊക്കെ സംശയിച്ചു കഴിഞ്ഞാൽ നിസ്കാരം മാത്രമാവും. നെയ്യത്ത് ചെയ്തോ ചെയ്തില്ലേ, തക്ബീറത്തുൽ ഇഹ്റാം ആയോ ഇല്ലേ, അങ്ങനെയൊക്കെ സംശയിച്ചു കഴിഞ്ഞാൽ നിസ്കാരം മാത്രമാവും. ഇനി വേറൊന്ന്, ഒരു നീതിമാനായ ഒരാൾ വന്നിട്ട് പറഞ്ഞു, വിശ്വസ്തനായ നീതിമാനായ ആൾ പറഞ്ഞു, നജസ് പോലത്തത് ഉണ്ടായിട്ടുണ്ട്, ഞാൻ നിസ്കാരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ നജസ് ഉണ്ടായിനാണ്, അല്ലെങ്കിൽ എൻ്റെ ഔറത്ത് വെളിവായിന്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി ഓൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ ഇപ്പം പറഞ്ഞു ഇപ്പം വെറുതെ നിസ്കരിച്ചൊന്നുമില്ല, ഓൻ ഔറത്ത് വെളിവായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കൽ നിർബന്ധമാണ്. വിശ്വസ്തനായ ഒരാൾ പറഞ്ഞാലേ നമ്മൾ ഔറത്ത് വെളിവായിന് അല്ലെങ്കിൽ ശരീരത്തിൽ നജസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സ്വീകരിക്കൽ നിർബന്ധമാണ്. അതേ സമയത്ത് ഇജ്ജ് സംസാരിച്ച് നിസ്കാരം മാത്രമാണ് മാതിരി സംസാരിച്ചിന് എന്നൊന്ന് പറഞ്ഞാൽ സ്വീകരിക്കൽ നിർബന്ധമില്ല. നജസ് ഉണ്ടായതോ അല്ലെങ്കിൽ ഔറത്ത് വെളിവാതോ പോലത്തൊക്കെ പറഞ്ഞാൽ അവിടെ എന്താണ്, അത് സ്വീകരിക്കൽ നിർബന്ധമാണ്. അത് നമ്മൾ ഉദാഹരണത്തിന് കാലിൻ്റെ ചോട്ടിൽ ഒരു ഉറുമ്പ് ചത്ത ഉണ്ടായിനി നിസ്കരിച്ചുമ്പോ എന്ന് പറഞ്ഞാൽ അത് അഫൂല്ലാത്ത നേസാണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞല്ലേ. അപ്പൊ ഒരാൾ പറഞ്ഞു ഓൻ വിശ്വസ്തനാണ്, ഓൻ സത്യം പറയാനാണ് നമ്മളെ വിശ്വാസം, എന്നാൽ അത് സ്വീകരിക്കൽ നിർബന്ധമാണ്. രണ്ടാമത് വേറെ നിസ്കരിക്കണം എന്നർത്ഥം. നമ്മൾ അറിഞ്ഞില്ലെങ്കിലും ശരിയായില്ലേ? എങ്ങനെ? ആ ആ അത് ഓന് ഉറപ്പില്ലെങ്കിൽ സ്വീകരിക്കണ്ട. ഇവന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി. വേറെ നമ്മൾ ഒരിടക്ക് പറഞ്ഞു വെക്കണം ജമാഅത്തിന്റെ ബാബിൽ ഇവരും ചെയ്യും. അത് ഓന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി. അത് മറ്റോ പറയുകയാണെങ്കിൽ മൂന്നായിട്ടുള്ളൂ എന്നാണ് സ്വീകരിച്ചോളും. ചിലപ്പോൾ നമുക്ക് സംശയം വരും ഓ പറഞ്ഞാൽ, എന്നാൽ പോലും നമ്മളത് സ്വീകരിച്ചോളുന്നില്ല. നിസ്കരിക്കുമ്പോൾ നമുക്ക് സംശയം വന്നാൽ പിന്നെ ഉറക്കാത്തിൽ നിസ്കരിച്ചണം. നിസ്കാരം കഴിഞ്ഞാലേ സുഹൃത്തം വന്ന് പറഞ്ഞിട്ട് വരുന്ന സംശയത്തിനൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ഭാഗമല്ലേ വേറെ മസല പറയാണ്. ഒരു ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആൾ ഒരു ജമാഅത്ത് കണ്ടു. ഒറ്റയ്ക്ക് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ ഒരു ജമാഅത്ത് കണ്ടു, അപ്പോൾ ഒറ്റയ്ക്ക് നിസ്കരിക്കണം. എന്നാൽ അവനക്ക് അവൻ്റെ ആ ഫർള് നിസ്കാരമാണെങ്കിൽ അതിന് സുന്നത്തായിട്ട് മറിക്കാം. ഖളായി പോയ നിസ്കാരമാണെങ്കിൽ അതിന് ഞാൻ സുന്നത്താക്കുകയാണെന്ന് കരുതുക. എന്നിട്ട് സലാം വീട്ടിയിട്ട് 2 റക്അത്ത് സലാം വീട്ടിയിട്ട് ഈ ഫർള് ജമാഅത്തിൽ കൂടുതൽ സുന്നത്താണെന്ന് അർത്ഥം. അപ്പോൾ മൂന്നാമത്തേക്ക് നീച്ചില്ലെങ്കിലാണ് ഇപ്പോൾ നടക്കുള്ളൂ. മൂന്നാമത്തേക്ക് നീച്ച നടക്കൂല. ഇനി 2 റക്അത്ത് പൂർത്തിയാക്കിയാൽ തന്നെ ജമാഅത്ത് നഷ്ടപ്പെടും എന്നാണെങ്കിൽ ഓൻ ആ നിസ്കാരം തന്നെ മുറിക്കാന്നാ, എന്നിട്ട് ജമാഅത്ത് കൂടാ. ഇപ്പം 2 കേച്ചുമ്പോൾ ജമാഅത്ത് പോകുന്നുണ്ടാൽ ഓന് പിന്നെ എന്ത് ചെയ്യുക, നിസ്കാരം മുറിച്ചിട്ട് പുതിയ തുടങ്ങുക, അത് അനുവദനീയമാണ്. പിന്നെ ആരാധനയുടെ ചില വാക്കുകൾ, ആരാധനക്ക് വാക്കുകൾ വേണ്ട ചില ആരാധനകളുണ്ട്, വാക്ക് വേണ്ടാത്ത ആരാധനയുണ്ട്. വാക്കുകൾ ആവശ്യമാകുന്ന ആരാധനകളാണെങ്കിൽ അതിന് വേറൊരു വ്യക്തിയോട് സംഭാഷണം ഇല്ലെങ്കിൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല. ഉദാഹരണത്തിന് നീർച്ചക്ക് വാക്ക് നിർബന്ധ. അപ്പോൾ ഒരാൾ മനസ്സിൽ കരുതിയാൽ നീർച്ചാവില്ല. പെണ്ണുങ്ങളൊക്കെ നീർച്ച അങ്ങനെ ഉണ്ടായാലേ മുസാഫ് കൊടുക്കാൻ നീർച്ചാക്കി മറ്റാക്കി ഞാൻ അങ്ങനെ കരുതിന് ഇങ്ങനെ കരുതിന് തരും, കരുതിയാൽ നീർച്ചാവില്ല. നീർച്ച ആകണമെങ്കിൽ പറയണം, എന്നാലേ നീർച്ചാവുള്ളൂ. അപ്പോൾ ഒരാൾ നിസ്കാരത്തിലാണെങ്കിലും എന്ത് ചെയ്യാം,
നീർച്ചയാക്കാം, വാചകം പറയാൻ നിസ്കാരം ബാത്തിലാവില്ല. അതേസമയത്ത് ഈത്തിക്കാഫിന് നെയ്യത്തൊക്കെയാണ്, അത് പറഞ്ഞോളന്നില്ല, അത് മനസ്സിൽ കരുതിയാൽ മതി. അപ്പൊ അതൊരാൾ തൊള്ളോണ്ട് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും. നവൈത്തുൽ ഈത്തിക്കാഫ് അതിൽ മസ്ജിദ് നിസ്കരിച്ചുമ്പോൾ പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും എന്നർത്ഥം. കാരണം അത് കരുതിയാൽ മതി, പറയേണ്ട ആവശ്യമില്ല, കരുതിയാൽ തന്നെ എന്താവും. അതുപോലെ നോമ്പിന് നെയ്യത്താണെങ്കിൽ അത് കരുതിയാൽ മതി, പറയൽ സുന്നത്തേ ഉള്ളൂ, അതൊക്കെ കരുതിയാൽ മാത്രം നടക്കണതാണ്. നീർച്ച പോലത്തൊന്നും അങ്ങനെയല്ല, അത് പറയുന്ന വേണം. അപ്പൊ പറയൽ ആവശ്യമുള്ളതാണെങ്കിൽ അത് പറഞ്ഞതുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല എന്നർത്ഥം. ശരിയല്ലേ? നീർച്ചന്റെ ശ്രദ്ധിച്ചാലല്ലാണ്ട് പെണ്ണുങ്ങളോടൊക്കെ മകളൊക്കെ പറയും ഉമ്മാരൊക്കെ നീർച്ചാക്കിനാര്. അപ്പൊ എന്താ അമ്മങ്ങൾ നീർച്ചാക്കി ഇങ്ങനെയാണ്, എങ്ങനെ നീർച്ചാക്കി? അത് ഞങ്ങനെ കോൾക്ക് സുഖമില്ലാത്തപ്പം വള്ളിയൊക്കെ ഇത്ര കൊടുക്കാൻ നീർച്ചാക്കിക്കണ്, അങ്ങനെ അപ്പൊ കരുതി വെച്ചിന്. പിന്നെ ചോദിച്ചാൽ കരുതി വെച്ചേക്കാണ്, പറഞ്ഞിട്ടുണ്ടാവില്ലേ മിക്കവാറും. അപ്പൊ അത് പറഞ്ഞെങ്കിലേ ആവുള്ളൂ. സ്വന്തം പറഞ്ഞാൽ മതി, വേറെ സ്വന്തം സരി കേൾക്കണത് പറഞ്ഞാൽ മതി. പക്ഷെ അതുപോലെ പറഞ്ഞിട്ടുണ്ടാവില്ല. നീർച്ചാക്കി എന്നുള്ളത് നമ്മൾ പറയും, നീർച്ചാക്കൽ എന്നൊരു പറച്ചിലുണ്ടായിട്ടുണ്ടാവില്ല. അതാണ് ഇപ്പൊ പറഞ്ഞത്. പറയാൻ ശരിയാവില്ല എന്നർത്ഥം. ശരിയാവും എന്ന അഭിപ്രായം ഉണ്ട്. ഇനി ആരെങ്കിലും അങ്ങനെ കൊടുത്തൊക്കെ അവിടെ ബാത്തിലാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ശരിയാവില്ല. അപ്പൊ അത് അതെ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പള്ളിയൊക്കെ 500 രൂപ കൊടുക്കാൻ നീർച്ചാക്കി, അതാണ് പറയുന്നേ. അപ്പൊ എന്താ നീർച്ചാക്കണം? ഒരു ഉദാഹരണം പറയാം. ഇനി അല്ലെ മക്കാമുക്ക് 100 രൂപ ഇടാൻ നീർച്ചാക്കി, അങ്ങനെ കരുതാൻ അത്രനോളൂ, അങ്ങനെ പറയാ. അത് കരുതിയാൽ പോരാന്നർത്ഥം. അതിപ്പോ ഒന്നുമില്ല, ഒക്കെ സുന്നത്താരിമായി പറയാം, പക്ഷെ നീർച്ചാക്കാത്രേ ഉള്ളൂ. അതെ, അങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെ പറയണമെന്നില്ല എന്നർത്ഥം. ഈ നീർച്ച എന്നുള്ളത് അള്ളാഹ്ക്കുള്ള ഇബാദത്തായിട്ട് വരുള്ളൂ എങ്ങനെ ആണെങ്കിലും, അല്ലാതെ വേറെ ആർക്കും നീർച്ചയില്ല. എന്നാൽ ഇപ്പൊ നമ്മളിപ്പോ പിന്നെ വഹാബിൽ വസ്വാസാക്കണ കുറെ വസ്വാസുകളുണ്ട്. നീർച്ച പിന്നെ അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ പറഞ്ഞാട്ട്. ഈ കൊടുക്കൽ ആർക്ക് എന്നുള്ളതാണ് ഈ വിഷയം. ഇപ്പൊ സക്കാത്ത് അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ഇനി ഈ സക്കാത്ത് കൊണ്ടിട്ട് അള്ളാഹ്ക്ക് കൊടുക്കലല്ലോ, കൊടുക്കുന്നത് നമ്മൾ ആർക്കാണ്? കൊടുക്കുന്നത് പാവങ്ങൾക്കാണ്, പക്ഷെ അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്. എന്നതുപോലെ ഉല്ലാര ശ്രോതാക്കന്മാരെ പേരിൽ കൊടുക്കുകയാണ്. അള്ളാഹ്ക്ക് തന്നെ നീർച്ച. ഉല്ലാര ശ്രോതാക്കന്മാർക്ക് ഞാൻ മയമാക്കൾക്ക് സക്കാത്ത് കൊടുത്തു എന്ന് പറഞ്ഞാല് അത് ശിർക്കും കുഫറൊന്നും വരില്ല. സക്കാത്ത് അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ വെച്ചിനെ. എന്നതുപോലെ മൊയ്തീൻ ശൈഖിന് നീർച്ചയാക്കി പറഞ്ഞാൽ ഒന്നും വരാൻ പോണില്ല, രണ്ടുപേരെ മൈരാണ്. സക്കാത്ത് നമ്മൾ മയമാക്കൾക്ക് കൊടുക്കണ്, മൊയ്തീൻ ശൈഖിന് നീർച്ചയാക്കണ്. എന്നാൽ സക്കാത്ത് അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്, ഇതും അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്. അതിലിങ്ങനെ പ്രശ്നമൊന്നുമില്ല. ആ വാചകോല് വെറുതെ വസ്വാസാക്കി പറഞ്ഞതാ, രണ്ടും മാതിരിയാണ് അർത്ഥം. ശരിയല്ലേ? പിന്നെ അള്ളാഹു അല്ലാത്ത ആളുകളോട് സംഭാഷണം നടത്തിയാലും നിസ്കാരം ബാത്തിലാവും. അള്ളാഹു അല്ലാത്ത ഏതൊരാളോടും ദിക്റൊക്കെ തരാന്ന് പറഞ്ഞെങ്കിലും ഒരാൾ അസ്സലാമു അലൈക്കും എന്നാണ്, നമ്മൾ വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും. അവിടെ നിങ്ങൾ എന്നുള്ള സംഭാഷണം വന്നു എന്നുള്ളതാണ് നിസ്കാരം ബാത്തിലാണ്. അതേസമയത്തിൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ ബാത്തിലാവില്ല. ഒരാൾ നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അലൈഹിസ്സലാം, അവന്റെ മേൽ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. വലൈക്കസ്സലാം എന്നാ അലൈക്കും അസ്സലാം എന്നാണ് നിസ്കാരം ബാത്തിലാവും. അള്ളാഹിന് മാത്രമേ ഖിതാബ് പറ്റുള്ളൂ, സംഭാഷണം പറ്റുള്ളൂ എന്നർത്ഥം. റസൂലിന്റെ അവിടെ പ്രത്യേകതയാണ്, ഒരു മൊത്തം റസൂലിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം അങ്ങനെ അനുവദിക്കപ്പെട്ടത്. അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്നാണ് നിസ്കാരം ബാത്തിലാവില്ല. അവിടെ പറഞ്ഞില്ലെങ്കിൽ ബാത്തിലാവും. അത് നിർബന്ധമായ വാചകമാണ്. അതുകൊണ്ട് റസൂലിനോട് ഖിതാബ് എത്തിയില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവുന്നതാണ് അവിടെ. എങ്ങനെ 4 മദ്ഹബിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഓതു കൊടുക്കാം. പക്ഷെ ഇവൻ ഏതെങ്കിലും ഒരു മദ്ഹബ് തഖ്ലീദ് ചെയ്യാം നിസ്കരിച്ചുമ്പോ. അങ്ങനെ ഓതു കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ അനഫി ആണെങ്കിൽ അനഫി മദ്ഹബിനാണ് കരുതേണ്ടി വരും, കുഴപ്പമില്ല. അനഫി തഖ്ലീദ് ചെയ്യാന്ന് കരുതിയിട്ട് കരുതാം. അല്ലാതെ 4 മദ്ഹബിലും കൂടി ഞാൻ നിസ്കരിച്ചാൽ അങ്ങനെ നിസ്കാരമില്ല. അപ്പോ ഏതെങ്കിലും മദ്ഹബ് കൊണ്ട് കൊത്തിട്ടാന്ന് അങ്ങനെ നിസ്കാരമില്ല. അതിന് തൽഫീക്ക് എന്നാ പറയാ, അത് ശരിയാവില്ല. അത് നമ്മൾ മുമ്പ് മദ്ഹബിന്റെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, രണ്ടും കൂടി കൂട്ടിയിട്ട് പരിപാടി നടക്കൂല എന്നർത്ഥം. അതിപ്പോ രോഗം പിടിച്ചാലേ നിങ്ങൾ പിന്നെ ഡോക്ടറെ കാണിച്ചാൽ ഇംഗ്ലീഷുകാരെ കാണിച്ചാൽ ഒരു ഗുളികയും തരും, പച്ചവെള്ളം തുടരുതെന്ന് പറയും. ആ മരുന്ന് കീച്ചിട്ട് അതേ പനിയായിട്ട് അപ്പുറത്തെ ഒരു ഹോമിയോദിക്കാരെ അല്ലെങ്കിൽ ആയുർവേദിക്കാരെ കാണിച്ചാൽ ഓൻ പറയും നല്ല വെള്ളത്തിൽ രാവിലെ മുങ്ങി കുളിച്ചണം എന്ന് പറയും, ഓനെ മരുന്ന് തരും. നിങ്ങൾ 2 മരുന്നും കുടിച്ചിട്ട് വെള്ളത്തിൽ മുങ്ങി കുളിച്ചും ചെയ്താൽ സംഗതി പനി കൂടുകയെന്നല്ലാതെ മാറൂലേ. അപ്പൊ എല്ലാം കൂടി കൂട്ടിക്കാലത്തിൽ പരിപാടി നടക്കൂല. ഓരോന്ന് പോവാ. ഒരു സ്കാരത്തിൽ മധുവും അടുത്ത സ്കാരത്തിൽ മധുവും അങ്ങനെ പറ്റും.
അല്ല ഒരൊറ്റ നിസ്കാരത്തിൽ 4 മദ്ഹബ് കൂടി കൂട്ടിയിട്ടുള്ള പരിപാടി ശരിയാവില്ല. അറബ് ശരിയാവില്ല. നമ്മളിപ്പോ അങ്ങനെയാണ് പുറന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. അറബത്തെ പ്രശ്നം തന്നെയാണ്. ലക്ഷങ്ങളെ ജമാഅത്താകുമ്പോൾ ഒഴിവാക്കാൻ കഴിയില്ല നിങ്ങൾ പറഞ്ഞാൽ ഒരു പ്രശ്നം തന്നെയാണ്. ഞാൻ പോയ സമയത്തൊക്കെ ഫുള്ള് വേറെ സ്കെച്ചിക്കണ്. എൻ്റെ കാര്യം ഞാൻ പറയാം. ഒറ്റ സ്കാരില്ലാതെ വേറെ സ്കെച്ചിന്. അല്ല അത് ജമാഅത്തിന്റെ കൂലിയല്ല. അത് അറബിൻ്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ ഏത് നിസ്കാരിക്ക് വെച്ചാലും കിട്ടും, ഒറ്റയ്ക്ക് വെച്ചാലും കിട്ടും. അങ്ങനല്ല, അത് നിങ്ങളെ കൂട്ടൽ കുറച്ചധികം. അതായത് അറബിൻ്റെ ഉള്ളിൽ 1 ലക്ഷമല്ല, 1 ലക്ഷമല്ല, അതും തെറ്റാണ്. അല്ല 1 ലക്ഷം എന്നുള്ളത് ഒരു തെറ്റാണ്. അത് അവിടെ തിരുത്തി നമ്മൾ നാളെ പറഞ്ഞില്ലേ 10 എത്ര പറഞ്ഞ് 10,000 കോടി ഇല്ലേ? ഒരക്കാതെ സ്കെച്ച 10,000 കോടി സ്കെച്ച കൂലിയാണ്. 1 ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറുതാക്കല്ലേ. അതായത് 10,000 കോടി റക്കായത്തിന് കൂലി 60 റക്കാതെ സ്കെച്ചാല്. അല്ല ഞാൻ പറഞ്ഞു തിരുത്തിയാണ്. ആ ഒരു കൂലി എന്ന് പറഞ്ഞത് ഒറ്റയ്ക്ക് സ്കെച്ചാലും ജമാഅത്തായിട്ട് സ്കെച്ചാലൊക്കെ കിട്ടും. പിന്നെ 27 ഇരട്ടി എന്നുള്ളതാണ് ജമാഅത്തായിട്ട് കിട്ടുന്നത്. ആ 27 വേറെ തന്നെയാണ്. അതിങ്ങനെ ഈ 1 ലക്ഷം 10,000 കോടിന്റെ 27 കുടിച്ചിട്ടില്ലല്ലേ, അങ്ങനെ കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് ഭയങ്കര ഓവറായത്. ഒരു ജമാഅത്തിന്റെ 27 ഇരട്ടി ഒരു കൂലിയാണ്. ആ കൂലി എന്ത് ചെയ്യും? ജമാഅത്ത് കിട്ടാൻ ഞാൻ പോകും. അപ്പൊ അതിൽ നമുക്ക് 2-3 കാര്യം നമ്മളെ കൂടുതൽ തന്നെ വേറെ ആൾക്കാരുണ്ടെങ്കിൽ കൂട്ടി ജമാഅത്തായിട്ട് സ്കരിക്കാം. നമ്മളിപ്പോൾ ആ ഔദ്യോഗിക ജമാഅത്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കരിക്കാമല്ലോ. അത് അവിടെ പോയി ആ കൂടുതൽ സ്കരിക്കുമ്പോഴാണ് ജമാഅത്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ജമാഅത്തായിട്ട് സ്കരിച്ച പ്രശ്നമൊന്നുമില്ല. ഉണ്ടോ? കഴിഞ്ഞിട്ട് പറ്റുമോ? അതിന് ഒരു കുഴപ്പമില്ല. ഉണ്ടോ അറിയില്ല. ഞാൻ പറയാൻ സ്കെച്ചിക്കണം, എനിക്ക് പ്രശ്നമൊന്നും പറ്റിയില്ല. ജമാഅത്ത് നടക്കുമ്പോൾ നമ്മൾ വേറെ ജമാഅത്ത് എടുത്താൽ പ്രശ്നം തന്നെയാണ്. അങ്ങനെ കഴിഞ്ഞിട്ട് വേറെ ആൾക്കാർ ജമാഅത്തായിട്ട് സ്കെച്ച് മദീനത്തെ പള്ളിയിലുണ്ട്, മക്കത്തെ പള്ളിയിലുണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ആ ഫസ്റ്റ് ജമാഅത്ത് എടുക്കുമ്പോൾ നമ്മൾ വേറെ അടുത്ത പ്രശ്നമാണ്. അത് കുറച്ച് റിസ്ക് തന്നെയാണ്. അതിൽ വേണമെങ്കിൽ നമുക്ക് ഒരു സമാധാനത്തിന് വേണ്ടി വേണമെന്നാണ് കൂടാ. നമ്മൾ വേറെ ജമാഅത്തോ ഒറ്റക്കോട്ടെ നിസ്കാരം വേറെ കൂട്ടും ചെയ്യുക. അതപ്പോൾ അവിടെ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞാൻ കണ്ടേ. ഇനി അല്ലാഹു ആലോ. അല്ലാണ്ട് ഒരു മതം അനുസരിച്ച് പോയി ശരിയൊന്നും തോന്നുന്നില്ല. ഇല്ല, അതിനൊരു കീല പോലും ഞാൻ കണ്ടിട്ടില്ല. ഒരു അഭിപ്രായം ഉണ്ടല്ലോ പ്രബലമില്ലാത്ത, അങ്ങനെ അഭിപ്രായം പോലും ഇല്ല. അതെ, അല്ല മിയത്തു നിസ്കാരത്തിനാട്ടോ. മറ്റു വിഭാഗത്തുകൾക്കൊക്കെയാണ് 1 ലക്ഷം എന്നാണത്. നിസ്കാരത്തിന് ഒരു തസ്ബീഹ് നിസ്കാരം എന്ത് നിസ്കാരം സ്കെച്ചാലും അതിനൊക്കെ 10,000 കോടി റക്കായത്തിനില്ല. മിയത്തു അൽഫി 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 എന്നാ. അത് വളരെ ഏറ്റവും പ്രബലമായ അഭിപ്രായം അതാണ്. പക്ഷെ എല്ലാവരും പ്രസംഗിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ നിങ്ങൾ പറഞ്ഞ 20 റക്കാത്ത് പറയാം. മിയത്തു അൽഫ് അല്ല, മിയത്തു അൽഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ. അത് മദീനത്തെ പള്ളിയുടെ മിയത്തു അൽഫ. അൽഫാണ് എവിടെ? മസ്ജിദുൽ ഹറാമില് അല്ല, മസ്ജിദുൽ അഖ്സയിൽ. മസ്ജിദുൽ അഖ്സയിൽ അൽഫ്. മദീന മദ്ബറത്ത് എത്തുമ്പോൾ അത് മിയത്തു അൽഫാവും. എവിടെ? മദീനത്തെ പള്ളിയിലാവും. ഇവിടെ എത്തുമ്പോൾ മിയത്തു അൽഫി അൽഫാവും. അങ്ങനെയാണ് അതിന് കൂലി. അപ്പൊ കുറെ കണക്കൂട്ടാത്ത കൂലി കിട്ടിയല്ലോ ഇപ്പൊ. സമയം അല്ലേ? ഇനി ഒന്നുണ്ടാക്കണ്ടേ? സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.